ഡോക്ടറെ എൻ്റെ സ്മൈൽ ശരിയാക്കണം. സ്മൈൽ സ്മൈൽ എന്നെ നോക്കൂ, ഇത് കിട്ടണം. ചില ആൾക്കാരുടെ പല്ലുകൾ കണ്ടിട്ടുണ്ടാവും, കണ്ടു കഴിഞ്ഞാൽ ഈ കുറ്റിക്കാട് പോലെ ആയിരിക്കും നിൽക്കുന്നത്. അതായത് തിരിഞ്ഞും ഒരു പല്ല് തിരിഞ്ഞ് ഒരു പറഞ്ഞ് മറിഞ്ഞ് തിരിഞ്ഞ് പറഞ്ഞാൽ ആകെ കോംപ്ലിക്കേറ്റഡ് ആയിരിക്കും. എന്തൊരു കട്ട് കൊടുക്കുവാണെങ്കിലും ഫേസിൽ കാണില്ല, എല്ലാം വായുടെ ഉള്ളിൽ കൂടെ മോണ വഴി ആണ് ചെയ്യുന്നത്. സുഹൃത്തിന് ഇപ്പോഴും പേടിയാവുന്നുണ്ടെന്ന്. ബേസിക്കലി ഒരു പേഷ്യൻ്റ് എൻ്റെ അടുത്ത് വരുമ്പോൾ 99% ആൾക്കാരും വരുന്നത്, ഡോക്ടറെ എനിക്ക് ചിരിക്കാൻ താല്പര്യമില്ല, എൻ്റെ സ്മൈല് ശരിയല്ല, ഞാൻ ചിരിക്കുമ്പോൾ എനിക്ക് ഒട്ടും കോൺഫിഡൻസ് ഇല്ല. മാസ്ക് വെച്ച് വരുന്നവർ ഇപ്പോഴും ഉണ്ട്. കോവിഡും കഴിഞ്ഞ് 5-6 വർഷമായിട്ട് മാസ്ക് വെച്ച് വരുന്നവരുണ്ട്. എന്താണെന്ന് ചോദിച്ചാൽ എനിക്ക് ചിരിക്കാൻ ഇഷ്ടമല്ല, ഞാൻ കോൺഫിഡൻ്റ് അല്ല. ഇതൊക്കെയാണ് നമ്മൾ സ്ഥിരം കേൾക്കുന്നത്. ഇവരുടെ ഹോസ്പിറ്റലിൽ പോകുമ്പോഴത്തേക്കും പല്ല് ക്ലീൻ ചെയ്യാൻ വേറെ ആള്, പല്ല് പറിക്കാൻ വേറെ ആള്, പല്ല് നരതച്ചാൻ എല്ലാത്തിനും വേറെ വേറെ ആൾക്കാർ. ഒരു 15 ഡോക്ടേഴ്സ് ഫുൾ ടൈം അവൈലബിൾ ആണ് അവിടെ. നമുക്കൊരു പല്ലുവേദനയായിട്ട് വന്നാൽ കൺസൾട്ട് ചെയ്യാൻ ഒരാള്, റൂട്ട് കനാൽ ചെയ്യാൻ വേറൊരാൾ, ആ റൂട്ട് കനാലിന് ക്യാപ്പ് ഇടാൻ 3ാമത്തെ ഒരാൾ, അതിൻ്റെ ചുറ്റും മോണപ്രശ്നം ഉണ്ടെങ്കിൽ 4ാമത്തെ ഒരു ഡോക്ടർ, അങ്ങനെ എല്ലാവരും അവൈലബിൾ ആണ്. ഞാൻ പല്ല് താഴ്ത്തി കഴിഞ്ഞാൽ മൂക്ക് പ്രോമിനൻ്റ് ആവുമോ, താടി ഇതൊക്കെ നമ്മൾ അനലൈസ് ചെയ്ത് പല്ലിനെ വൃത്തിയായ ഒരു പൊസിഷനിൽ എത്തിക്കും. ആർക്കിടെക്റ്റുമാർ ഇന്റീരിയർ ഡിസൈനിങ് ചെയ്തിട്ട് നമ്മുടെ വീട് എങ്ങനെ ഉണ്ടാവുമെന്ന് കാണിച്ചു തരത്തില്ലേ? അതേപോലെ തന്നെ നമ്മൾ ഈ ട്രീറ്റ്മെന്റ് എല്ലാം കഴിയുമ്പോഴത്തേക്കിന് നമ്മുടെ പല്ലിന്റെ നിരയൊക്കെ എങ്ങനെയായിരിക്കും, ഏത് രീതിയിലായിരിക്കും, നമ്മുടെ മുഖത്തിന്റെ ഷേപ്പ് മാറുന്നത് വരെ ഇവർ കാണിച്ചു തരും. ഞാൻ എൻ്റെ പേഷ്യൻസിന് ഓപ്പൺ ആയിട്ട് പറയും, ഞാൻ നിങ്ങളുടെ ഫംഗ്ഷൻ കറക്റ്റ് ചെയ്യാനാണ് ഇരിക്കുന്നത്, നിങ്ങൾക്ക് കിട്ടുന്ന സൗന്ദര്യം ബോണസാണ്. നമസ്കാരം. ഇന്ന് ചാറ്റ് വിത്ത് ഭക്തനിൽ നമ്മളെല്ലാവരെയും ചിരിപ്പിക്കുന്നതിന് വേണ്ടി, അല്ലെങ്കിൽ നമ്മുടെയൊക്കെ ചിരി വളരെ സ്മൂത്ത് ആൻഡ് ബ്യൂട്ടിഫുൾ ആക്കുന്നതിന് വേണ്ടി നമ്മളെ സഹായിക്കുന്ന ഒരു ഡോക്ടറാണ് നമ്മളുടെ കൂടെ ഉള്ളത്. ഡോക്ടർ വിധു ശ്രീധരൻ ഓർത്തഡോണ്ടിസ്റ്റാണ്. എറണാകുളത്ത് പനമ്പള്ളി നഗറിലുള്ള എലൈറ്റ് ഡെൻ്റൽ സ്റ്റുഡിയോയിൽ ഓർത്തഡോണ്ടിസ്റ്റായിട്ട് പ്രാക്ടീസ് ചെയ്യുന്നു. വെൽക്കം ഡോക്ടർ ടു ചാറ്റ് വിത്ത് ഭക്തൻ. യെസ്, ഞങ്ങൾ തമ്മിൽ കുറേ നാളായിട്ട് ബന്ധമുണ്ട്. എൻ്റെ ചിരി കുറേയൊക്കെ മനോഹരമാക്കാൻ ഡോക്ടർ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അവസാനം ഒരു റൂട്ട് കനാലിൻ്റെ ഭാഗമായപ്പോഴത്തേക്കും ഞാൻ ഇങ്ങനെ പിടികൊടുക്കാതെ ഇങ്ങനെ മാറി ഇങ്ങനെ ഒളിച്ച് നടക്കുകയാണ്, മുങ്ങി നടക്കുകയാണ്. അപ്പോൾ അതും കൂടെ പോയിട്ട് എൻ്റെ കാര്യം തന്നെ പറഞ്ഞു തുടങ്ങാം. എനിക്ക് ആക്ച്വലി ചെറുപ്പത്തിൽ എൻ്റെ പഴയ വീഡിയോസൊക്കെ കാണുന്നവർക്ക് അറിയാം, എനിക്ക് എൻ്റെ റൈറ്റ് സൈഡിലൊരു പല്ല് ഗ്യാപ്പ് ഉണ്ടായിരുന്നു. ആ പല്ല് അവിടെ പോയി കഴിഞ്ഞപ്പോഴത്തേക്കിനും നല്ലൊരു ഗ്യാപ്പായിരുന്നു. യെസ്, അത് ശരിക്കും പിന്നെ കല്യാണമൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്കിനും കുഴപ്പമില്ല, അത് വിട്ടു. കല്യാണത്തിലാണല്ലോ പ്രശ്നം. നമ്മുടെ കുറേ പേഷ്യൻസ് പറയുന്ന, ഡോക്ടറെ കല്യാണമൊക്കെ കഴിഞ്ഞപ്പോൾ പിന്നെ ആ ഒരു ഇൻട്രസ്റ്റ് അങ്ങ് പോയി എന്നുള്ളത്. എനിക്ക് ആക്ച്വലി എൻ്റെ റൈറ്റ് സൈഡിൽ ക്യാമറ വെച്ച് ഫോട്ടോ എടുക്കുന്ന പോലെ എനിക്ക് ഇഷ്ടമല്ലായിരുന്നു. അപ്പോൾ അത് നമ്മൾ ഇൻവിസലൈൻ ട്രീറ്റ്മെൻറ്റ്, അതായത് മറ്റേ ഇൻവിസിബിൾ ഡെൻ്റൽ ബ്രേസസ് യൂസ് ചെയ്ത് നമ്മൾ ഏകദേശം ഒരു വർഷത്തോളം നീണ്ടു നിന്ന ആ ഒരു ട്രീറ്റ്മെൻറ്റിൽ ഇപ്പം ഏകദേശം ആ ഗ്യാപ്പൊക്കെ ഒന്ന് കുറഞ്ഞ് റെഡിയായി വന്നിരിക്കുകയാണ്. പിന്നെ പല്ലിൻ്റെ നിരയൊക്കെ അടുത്തു എന്നുള്ളത് മാത്രമല്ല, മുഖത്തിൻ്റെ ഷേപ്പ് പോലും മാറി. ചേഞ്ചസ് എന്തായാലും എനിക്ക് നല്ല ചേഞ്ചസ് ഫീൽ ചെയ്യുന്നുണ്ട്. കാരണം എൻ്റെ പഴയ വീഡിയോസ് നിങ്ങൾ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും, അതിനകത്തുള്ള എൻ്റെ മുഖത്തിൻ്റെ ഷേപ്പ് അല്ല എൻ്റെ ഇപ്പോഴത്തെ മുഖത്തിൻ്റെ ഷേപ്പ്. അതുപോലെ എനിക്ക് വിസിബിളി മാറിയിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ചെയ്ത് തന്നത് ഡോക്ടറാണ്. അപ്പോൾ നമുക്ക് അങ്ങനെയുള്ള കുറേ കാര്യങ്ങളൊക്കെ സംസാരിക്കാം. അപ്പോൾ ഇനി ഇത് കഴിഞ്ഞിട്ട് എന്തായാലും നമുക്ക് ചെയ്യാം. എനിക്ക് വേദന കുറച്ച്, അല്ലെങ്കിൽ പല്ലിൻ്റെ പരിപാടിയൊക്കെ കുറച്ച് പേടിയായതുകൊണ്ട് ജാഫർ പറഞ്ഞിട്ടുണ്ട്, അനസ്തേഷ്യ എന്നിട്ട് നിന്നെ ഇതാക്കി കിടത്തി നമുക്ക് ചെയ്യാം. ഒരു കോൺഷ്യസ് സെഡേഷൻ എന്ന് പറഞ്ഞൊരു സംഭവം ഉണ്ട് ലൈറ്റില്. ഭയങ്കര സുഖമുള്ള ഒരു കാര്യമാണ്. നമ്മൾ ഫുൾ ബോധം പോവില്ല, എന്നാൽ എത്ര ടെൻഷൻ അടിക്കണം എന്ന് വിചാരിച്ചാൽ പോലും ടെൻഷൻ അടിക്കാൻ പറ്റില്ല. നൈട്രസ് ഓക്സൈഡ് ആണ് അത് തരുന്നത്, ലാഫിംഗ് ഗ്യാസ് എന്നാ പറയാ. അപ്പം മിക്കവാറും ഗ്യാസ് കിട്ടിയവരെല്ലാരും പിന്നെ ചിരി നിർത്താറില്ല, അത് ഞങ്ങൾക്ക് ഗുണമാണ്. ഓക്കെ, അപ്പോൾ അങ്ങനെയാണ് ഞങ്ങൾ തമ്മിലുള്ള ബന്ധം. അപ്പോൾ കുറേ നാളായിട്ട് പരിചയമുണ്ട്. അപ്പോൾ നമുക്ക് സ്മൈൽ കറക്ഷനെ പറ്റിയാണ് ഞങ്ങൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത്. ബേസിക്കലി സ്മൈൽ കറക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പല ആൾക്കാരും ചെയ്യുന്നൊരു കാര്യമാണ് പല്ല് കമ്പി ഇടുക എന്ന് പറഞ്ഞൊരു പരിപാടി. ആ പല്ല് കമ്പി ഇടുന്ന പരിപാടി അത് ഇപ്പോൾ കുറേ കൂടെയൊക്കെ അഡ്വാൻസ് ആയിട്ട് മെഡിക്കൽ രംഗത്ത് ഒത്തിരി മാറ്റങ്ങൾ വന്ന് അത് കുറച്ചും കൂടെയൊക്കെ അതിലും കോസ്മെറ്റിക് ആയിട്ടുള്ള കംഫർട്ടബിൾ ആയിട്ടുള്ള പല സംഭവങ്ങളും സൊല്യൂഷൻസ് ഒക്കെ ഉണ്ട്. അതിനെപ്പറ്റിയൊക്കെ നമുക്ക് സംസാരിക്കാം. അപ്പോൾ എന്തായാലും നമുക്ക് ആദ്യം ഈ ഒരു സ്മൈൽ കറക്ഷൻ എന്നുള്ളതിലുപരിയായിട്ട് അതൊരു ബ്യൂട്ടി തിങ് ആണല്ലോ. അതെ,
കോസ്മെറ്റിക് പരിപാടിയാണല്ലോ. അതിലുപരിയായിട്ട് എന്താണ് ഈ പല്ലിൻ്റെ നിര തെറ്റി കിടക്കുന്നതുകൊണ്ടുള്ള മെയിനായിട്ടുള്ള പ്രശ്നങ്ങൾ? ഈ ഇത് കാണുന്ന ഒരു ഭംഗിക്കുറവിലുപരിയായിട്ട് വേറെ പ്രശ്നങ്ങളുണ്ടല്ലോ അതിന്. എന്തൊക്കെയാണ് അതിൻ്റെ പ്രശ്നങ്ങൾ? ആദ്യം തുടങ്ങാം. ഇപ്പം ബേസിക്കലി ഒരു പേഷ്യൻ്റ് എൻ്റെ അടുത്ത് വരുമ്പോൾ 99% ആൾക്കാരും വരുന്നത്, ഡോക്ടറെ എനിക്ക് ചിരിക്കാൻ താല്പര്യമില്ല, എൻ്റെ സ്മൈല് ശരിയല്ല, ഞാൻ ചിരിക്കുമ്പോൾ എനിക്ക് ഒട്ടും കോൺഫിഡൻസ് ഇല്ല. മാസ്ക് വെച്ച് വരുന്നവർ ഇപ്പോഴും ഉണ്ട്. കോവിഡും കഴിഞ്ഞ് 5-6 വർഷമായിട്ട് മാസ്ക് വെച്ച് വരുന്നവരുണ്ട്. എന്താണെന്ന് ചോദിച്ചാൽ എനിക്ക് ചിരിക്കാൻ ഇഷ്ടമല്ല, ഞാൻ കോൺഫിഡൻ്റ് അല്ല. ഇതൊക്കെയാണ് നമ്മൾ സ്ഥിരം കേൾക്കുന്നത്. പേഷ്യൻസിന് ഈ ഫ്രണ്ടിൽ 6-8 പല്ലുകൾ മാത്രമാണ് ശ്രദ്ധിക്കുന്നത്. ഒരു ഡോക്ടർ എന്ന നിലയ്ക്ക് എനിക്ക് വായിൽ 32 പല്ലുകളും അല്ലെങ്കിൽ ഉള്ള എത്ര പല്ലുകളാണോ അതിനെ മൊത്തം എനിക്ക് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യങ്ങളുണ്ട്. അപ്പം ഫങ്ഷണൽ കറക്ഷൻ, എസ്തെറ്റിക് കറക്ഷൻ എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഇതിനെ രണ്ടായിട്ട് തിരിക്കാം. അതായത് ആൾക്കാർ വരുന്ന ഭംഗിയുടെ കാര്യത്തിന് നമ്മൾ എസ്തെറ്റിക് കറക്ഷൻ എന്നും, ഫങ്ഷണലായിട്ട് വായ എന്തിനാ ഉപയോഗിക്കുന്നത്? ഭക്ഷണം കഴിക്കാൻ. അത് ഉപയോഗിക്കാൻ കൊണ്ടില്ലെങ്കിൽ പിന്നെ അതിനെ കൊണ്ട് നമുക്കൊരു ഗുണമില്ല. ഭക്ഷണം കഴിച്ചില്ലെങ്കിൽ നമുക്ക് സിസ്റ്റമിക് ആയ പല ഡിസോർഡേഴ്സ് ഉണ്ടാകും. നമുക്ക് പ്രോപ്പറായി ച്യൂ ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ വയറ് സംബന്ധമായ കുറേ പ്രശ്നങ്ങൾ, ഡൈജഷൻ സംബന്ധമായ പ്രശ്നങ്ങൾ വരാം. അതേപോലെ തന്നെ ബൈറ്റ് ശരിയല്ലെങ്കിൽ നമ്മുടെ ഏറ്റവും വലിയ ജോയിൻ്റാണ് ഫേസിലെ ടെമ്പറോ മാൻഡിബുലർ ജോയിൻറ്റ്, നമ്മുടെ ചെവിയുടെ സൈഡിലായിട്ട് വരുന്നൊരു ജോയിൻറ്റാണ്. പലവരും മനസ്സിലാക്കാതെ എനിക്ക് മൈഗ്രെയിൻ ആണെന്ന് വിചാരിക്കുന്ന പല ഹെഡേക്കുകളും ടെമ്പറോ മാൻഡിബുലർ ജോയിൻറ്റ് ഡിസോർഡേഴ്സ് കാരണം വരുന്ന മസ്ക്യുലർ ഹെഡേക്കുകളാവാൻ സാധ്യതകളുണ്ട്. അപ്പോൾ ആ അവസ്ഥയിൽ അവർ മൈഗ്രെയിൻ്റെ ഗുളിക ഇങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കുകയായിരിക്കും, പക്ഷെ വേദന മാറില്ല. അങ്ങനെയുള്ള പേഷ്യൻസിനൊക്കെ ഈ അലൈൻമെൻറ്റ് ഭയങ്കരമായിട്ട് ഹെൽപ്ഫുൾ ആവുന്നുണ്ട്. അല്ലെങ്കിൽ എന്നും ഒരു സൈഡ് മാത്രം വെച്ച് ചവയ്ക്കും. അതെന്താ? മറ്റേ സൈഡ് പല്ല് കൂട്ടി തട്ടുന്നില്ല ഡോക്ടറെ, അപ്പോൾ എന്താ കറക്റ്റ് ചെയ്യേണ്ടത്? എനിക്ക് ചിരി മാത്രം കറക്റ്റ് ചെയ്താൽ മതി. അപ്പോൾ അങ്ങനെയുള്ള പേഷ്യൻസിനും ഇത് ഭയങ്കരമായ ഒരു സഹായം ചെയ്യുന്നതാണ്. എപ്പോഴും നമ്മൾ ഒരു ഡോക്ടറെ അടുത്തോട്ട് പോകുമ്പോൾ ചിരി എന്നുള്ളൊരു കാര്യം മാത്രം ചിന്തിക്കരുത്. നമ്മുടെ വായയുടെ മെയിൻ ഫങ്ഷൻ എന്തൊക്കെയാണ്? നമുക്ക് സംസാരിക്കാൻ പറ്റണം, നാക്കിന് അതിൻ്റേതായ സ്ഥലം കിട്ടണം, ട്രീറ്റ്മെൻറ്റ് കഴിഞ്ഞാൽ നാക്കിന് സ്ഥലം ഇല്ലാത്തൊരവസ്ഥയാവരുത്. അതേപോലെ നല്ല രീതിക്ക് ചവയ്ക്കാൻ പറ്റണം, പല്ലുകളെല്ലാം വളരെ റിലാക്സായിട്ട് കൂട്ടിമുട്ടണം, മേലത്തെ വരെയും താഴത്തെ വരെയും. അങ്ങനെയൊക്കെ ഒരു ഫിനിഷ് ചെയ്യുമ്പോഴാണ് ഒരു ഓർത്തഡോണ്ടിക് ട്രീറ്റ്മെൻറ്റ് പൂർണ്ണമായി മാറുന്നത്. അല്ലാതെ നമ്മൾ ചിരി മാത്രം ആയതുകൊണ്ട് ആവില്ല. അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് ഫങ്ഷണൽ ട്രീറ്റ്മെൻ്റ് ആണ് കുറെ കൂടെ ഇമ്പോർട്ടൻറ്റ്. ഞാൻ എൻ്റെ പേഷ്യൻസിന് ഓപ്പണായിട്ട് പറയും, ഞാൻ നിങ്ങളുടെ ഫങ്ഷൻ കറക്റ്റ് ചെയ്യാനാണ് ഇരിക്കുന്നത്, നിങ്ങൾക്ക് കിട്ടുന്ന സൗന്ദര്യം ബോണസാണ്. അപ്പോൾ അവർക്ക് അത് കറക്റ്റ് ചെയ്യണം, എനിക്കിത് കറക്റ്റ് ചെയ്യണം, രണ്ടുപേരും ഹാപ്പിയാണ്, ഫുൾ ട്രീറ്റ്മെൻറ്റ് നടക്കുകയും ചെയ്യും. ഓക്കെ. ഈ ഒരു സ്മൈൽ കറക്ഷൻ അല്ലെങ്കിൽ പല്ലിൻ്റെ നിരതെറ്റിയിരിക്കുന്ന ആ ഒരു സംഭവമൊക്കെ ഇത് കറക്റ്റ് ചെയ്യുന്നതിൻ്റെ ഒരു ഏത് പ്രായത്തിലാണ് അത് ചെയ്യേണ്ടത് ശരിക്കും? ബേസിക്കലി സ്മൈൽ കറക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അധികം അഡൽട്സിലാണ് ഇപ്പോൾ കാണുന്നത്, ഒരു എപ്പോഴാണെങ്കിലും ടീനേജ് ചെയ്യാം. തൊട്ട് അബോള്. അതിന് നമുക്ക് പ്രോസ്തറ്റിക്സ് ആയിട്ടും കുറേ മെത്തേഡോളജി ഉണ്ട്. അങ്ങോട്ട് പോകുന്നതിന് മുന്നേ സുജിത്ത് ചോദിച്ച ഫസ്റ്റ് കുട്ടി ഏത് പ്രായത്തിലാണെന്നാണ്. ഇപ്പോഴത്തെ ജനറേഷൻ, നമ്മുടെയൊക്കെ ജനറേഷൻ വളരെ അവെയർ ആയതുകൊണ്ട് കുട്ടികളെ വളരെ കൊച്ചു പ്രായത്തിൽ തന്നെ നമുക്കൊരു പീഡിയോഡോണ്ടിക്സ് ഡിപ്പാർട്ട്മെൻറ്റ് ഉണ്ടെന്നും അങ്ങനത്തെ ഒരു സ്പെഷ്യലിസ്റ്റ് ഉണ്ടെന്നും ഒക്കെ ഇപ്പം അറിയാം. നമ്മുടെ കുഞ്ഞുകാലത്തിൽ ഡെൻറ്റിസ്റ്റ് അത്രേ ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പം ഞങ്ങൾക്കൊക്കെ, ഞാൻ വേറൊരു ജോലിയും ചെയ്യില്ല, ഓർത്തഡോണ്ടിക് മാത്രമേ ചെയ്യുള്ളൂ. അപ്പം ഓരോരുത്തരും അങ്ങനെ സ്പെഷ്യലിസ്റ്റായി നിൽക്കാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ കുട്ടികളെ എന്ന് പറഞ്ഞാൽ നമ്മൾ ഏറ്റവും നല്ലത് 6 months തൊട്ടിട്ട് തന്നെ ഡെന്റൽ കെയർ തുടങ്ങണമെന്നാണ് പറയുക. ഇവരുടെ ഹോസ്പിറ്റലിൽ പോകുമ്പോഴത്തേക്കും പല്ല് ക്ലീൻ ചെയ്യാൻ വേറെ ആള്, പല്ല് പറിക്കാൻ വേറെ ആള്, പല്ല് നരതെറ്റാൻ വേറെ, എല്ലാത്തിനും വേറെ വേറെ ആൾക്കാർ. 15 ഡോക്ടേഴ്സ് ഫുൾ ടൈം അവൈലബിൾ ആണ് അവിടെ. അതായത് നമ്മൾ ഹോസ്പിറ്റലിൽ പോകുമ്പോഴത്തേക്കിനും സർജൻ, പിന്നെ മറ്റേ എന്താ പറയുക ഫിസിഷ്യൻ, പിന്നെ കാർഡിയാക് സർജൻ, ന്യൂറോ സർജൻ, പിന്നെ നെഫ്രോളജിസ്റ്റ്, പിന്നെ അങ്ങനെ പല ഡിപ്പാർട്ട്മെൻറ്റുകൾ പറയുന്ന പോലെ നമ്മൾ പല്ല് ഡോക്ടർ, സാധാരണ പല്ല് ഡോക്ടർ അല്ല. ആ പല്ല് ഡോക്ടറിൽ പോലും പല തരത്തിലുള്ള പല്ല് ഡോക്ടർമാരുണ്ട്. നമുക്ക് ശരിക്കും PG പഠിക്കുമ്പോൾ 9 ബ്രാഞ്ചുകളാണ് ഉള്ളത്. ഇത് എല്ലാവർക്കും അറിയില്ല. അപ്പോൾ ഇതിൽ ക്ലിനിക്കലായിട്ട് നിൽക്കുന്ന ബ്രാഞ്ചസ് മാത്രമാണ് ആൾക്കാർ മേജറായിട്ട് അവെയർ ആകേണ്ടത്. ഫസ്റ്റ് വരുന്നത് നമുക്കുള്ള ജനറൽ ഡെൻറ്റിസ്റ്റാണ്. ജനറൽ ഡെൻറ്റിസ്റ്റ് എന്ന് പറയുമ്പോൾ ഫില്ലിങ്, ക്ലീനിങ്, നമുക്ക് വേണ്ട ഒരു ചെക്കപ്പ്, ഓറൽ അവെയർനെസ്, പിന്നെ നല്ല സ്കിൽഡ് ജനറൽ ഡെൻറ്റിസ്റ്റ് ഉണ്ടെങ്കിൽ ഇതിലും കൂടുതൽ കാര്യങ്ങൾ ചെയ്യും. പിന്നെ നമുക്ക് വരുന്ന ഓറൽ സർജൻസ് അധികവും പല്ല് എടുക്കാൻ അല്ലെങ്കിൽ നമ്മുടെ വിസ്റ്റം ടൂത്ത് എടുക്കാൻ എപ്പോഴും സർജൻസ് ആണ് നല്ലത്.
അല്ലെങ്കിൽ നമുക്കൊരു സിസ്റ്റോ പിന്നെ ഓങ്കോളജിയിലോട്ട് പോകാനോ ട്രോമ റിലേറ്റഡ് ആയിട്ട് പോകാനോ ഫേസ് കറക്ഷൻ ഒക്കെ ഇല്ലേ, ഫേസിന്റെ ഷേപ്പ് മാറ്റുന്ന പരിപാടിയൊക്കെ ഇല്ലേ? അതിൽ കുറച്ചൊരു പങ്ക് എനിക്കും ഉണ്ട്, സർജന് മാത്രമല്ല. അപ്പം സർജൻ അങ്ങനെ പോകും. പിന്നെ നമുക്ക് പെരിയോഡോണ്ടിസ്റ്റ് എന്ന് പറഞ്ഞൊരു ആളുണ്ട്. അദ്ദേഹം നമ്മുടെ ഗം സ്പെഷ്യലിസ്റ്റ് ആണ്. നമ്മുടെ മോണയ്ക്ക് താഴെയുള്ള എല്ലിന് പല്ലിന് ചുറ്റുമുള്ള പല്ലിൻ്റെ വേര് ഇതെല്ലാം നോക്കുന്നത് പെരിയോഡോണ്ടിസ്റ്റ് ആണ്. പിന്നെ പീഡോഡോണ്ടിസ്റ്റ് ഉണ്ട്, കുട്ടികളുടെ സ്പെഷ്യലിസ്റ്റ് ആണ്. പിന്നെ ഞാനുണ്ട് ഓർത്തഡോണ്ടിസ്റ്റ്, സ്മൈലിൻ. പിന്നെ പ്രോസ്തഡോണ്ടിസ്റ്റ് ഉണ്ട്, പല്ലുകളില്ലാത്തവർക്ക് പല്ല് വെക്കാൻ, ഇംപ്ലാന്റ്സ് ഇടാൻ, അതിൻ്റെയൊക്കെ സ്പെഷ്യലിസ്റ്റായിട്ട് പ്രോസ്തഡോണ്ടിസ്റ്റ് ഉണ്ട്. പിന്നെ എൻഡോഡോണ്ടിസ്റ്റ് ഉണ്ട്, നമ്മൾ റൂട്ട് കനാൽ ചെയ്യാൻ. പണ്ടത്തെ പോലെ ഇപ്പോൾ എല്ലാവരും റൂട്ട് കനാലൊന്നും ചെയ്യില്ല, എൻഡോഡോണ്ടിസ്റ്റുകളെ തന്നെ വിളിക്കുന്നത്. ഇപ്പം നമുക്കൊരു പല്ലുവേദനയായിട്ട് വന്നാൽ റൂട്ട് കനാൽ ചെയ്യാൻ കൺസൾട്ട് ചെയ്യാൻ ഒരാൾ, റൂട്ട് കനാൽ ചെയ്യാൻ വേറൊരാൾ, ആ റൂട്ട് കനാലിന് ക്യാപ്പ് ഇടാൻ മൂന്നാമത്തെ ഒരാൾ, അതിൻ്റെ ചുറ്റും പ്രശ്നം ഉണ്ടെങ്കിൽ നാലാമത്തെ ഒരു ഡോക്ടർ, അങ്ങനെ എല്ലാവരും അവൈലബിൾ ആണ്. ഓക്കെ. അപ്പോൾ ബേസിക്കലി ഇപ്പം നമ്മൾ പറഞ്ഞ ഏജിൻ്റെ ഒരു കാര്യമായിരുന്നു. അപ്പോൾ കുട്ടികൾക്ക് നമ്മൾ ആസ് ഏർലി ആസ് 6 months ഡെൻറ്റൽ കെയർ സ്റ്റാർട്ട് ചെയ്യണം എന്നാണ്, ട്രീറ്റ്മെൻ്റ് അല്ല, കെയറുകൾ സ്റ്റാർട്ട് ചെയ്യും. 6 മാസത്തെ കുട്ടിക്ക് എല്ലാവർക്കും പല്ലുകളില്ല, എന്നാലും നമ്മൾ പറയണത് എന്തുകൊണ്ടാ വെച്ചാൽ നമ്മൾ മോണ റബ്ബ് ചെയ്ത് കൊടുക്കുന്നു പറയണം അല്ലേ? മോണ റബ്ബ് ചെയ്ത് കൊടുക്കുന്നതിൽ 2-3 കാര്യങ്ങളുണ്ട്. അതായത് നമ്മുടെ കുട്ടികൾ അധികം പാല് കുടിച്ച് ഉറങ്ങിപ്പോകുന്നവരാ. അത് കഴിഞ്ഞ് വെള്ളം കൊടുക്കാനോ ഒന്ന് വെള്ളം കുടിപ്പിക്കാനോ വാ കഴുകാനൊന്നും എന്തായാലും ആ പ്രായത്തിൽ പറ്റില്ലല്ലോ. അപ്പോൾ നമ്മൾ എന്താ ചെയ്യുക, കയ്യിൽ കോട്ടൺ വെച്ചോ കോട്ടൺ ബഡ് യൂസ് ചെയ്തോ ജസ്റ്റ് വെള്ളത്തിൽ ഡിപ്പ് ചെയ്തിട്ട് മോണയൊന്ന് തുടച്ചു കൊടുക്കാൻ പറയും. 2 കാര്യമാണ്, പല്ല് വരുന്നതിൻ്റെ ഇറിറ്റേഷൻ ഉണ്ടെങ്കിൽ കുട്ടികൾക്ക് അത് ഭയങ്കര കംഫർട്ടബിൾ ആയിട്ട് ഫീൽ ചെയ്യും, കുറച്ച് നേരത്തിനെങ്കിലും അത് കംഫർട്ടബിൾ ആവും. 2ാമത് ഈ പാലിലെ ഷുഗർ കണ്ടൻറ്റ്, അതെന്ത് പാലായാലും ഷുഗർ കണ്ടൻറ്റ് ഒട്ടി നിന്ന് വരുന്ന പല്ലിലോട്ട് ക്യാവിറ്റി വരാനേ ഉള്ള സാധ്യതകൾ നമ്മൾ കുറയ്ക്കും. നഴ്സിംഗ് ബോട്ടിൽ കെയറീസ് അല്ലെങ്കിൽ ഫീഡിങ് കെയറീസ്, അങ്ങനെ കുറേ പേരുകളുണ്ട് ഇതിന്. അപ്പോൾ നഴ്സിംഗ് ബോട്ടിൽ കെയറീസൊക്കെ നമ്മൾ കാണുമ്പോഴേക്കും കുഞ്ഞിനൊരു 3 വയസ്സ് 4 വയസ്സൊക്കെ അല്ലെങ്കിൽ 2 വയസ്സ് 3 വയസ്സ് ആ പ്രായത്തിൽ എല്ലാ പല്ലിലും വലിയ ക്യാവിറ്റി, കറുത്ത പല്ല്, ബ്രൗൺ പല്ല്. അപ്പം വീട്ടുകാർക്കും സങ്കടം, കുഞ്ഞിനും വേദന, ആകെ ബുദ്ധിമുട്ടുള്ളൊരു സംഭവമാണ്. അപ്പോൾ അതിന് നമ്മൾ ഇങ്ങനത്തെ കുഞ്ഞു ടെക്നിക്സ് ചെയ്താൽ, പിന്നെ കുഞ്ഞിന് പല്ല് വരാൻ തുടങ്ങുമ്പോൾ തന്നെ ഹാൻഡ് ബ്രഷ് വെച്ചിട്ടോ ചെറിയ രീതിയിലൊരു ബ്രഷിങ് അതൊരു ഹാബിറ്റാക്കി മാറ്റുക, അത്രയേ ഉള്ളൂ. ഇനി അല്ലെങ്കിൽ സ്മൈലിനായിട്ട് കുട്ടികൾ ഏത് പ്രായത്തിൽ വരണം എന്നുള്ളതാണ്. നമ്മൾ ഒരു 4 to 5 years തൊട്ട് ഡെന്റിസ്റ്റിനെ കാണുന്നത് ഒരു സ്ഥിര ഏർപ്പാടാക്കാൻ പറയണം. അതായത് ഇവരുടെ ഈ പല്ല് പോയി തുടങ്ങുന്ന പാൽപ്പല്ല് പോയി തുടങ്ങുന്ന സമയം മുതൽ ടൂത്ത് വരുന്ന ഒരു ടൈമാണ് അത്. ഫസ്റ്റ് മോളർ അല്ലെങ്കിൽ ഫസ്റ്റ് അണപ്പല്ല് വരുന്ന ഒരു ടൈമാണ്. ആ ടൈം തൊട്ടിട്ട് തന്നെ നമ്മൾ ഇവരെ ഒരു പീഡോഡോണ്ടിസ്റ്റിൻ്റെ അടുത്ത് കാണാൻ പറയും. ഒരു കുഴപ്പമുണ്ടാവില്ല, എന്നാലും കൊടുന്ന് കാണിക്കുക. ഞങ്ങളുടെ കണ്ണിൽ കാണുന്നത് വ്യത്യാസമായിട്ടാണ്. ഒരു പീഡോഡോണ്ടിസ്റ്റിനെ കാണിക്കുമ്പോൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ കാണും, ഒന്നുമില്ലേ, 6 മാസം 1 വർഷം കഴിഞ്ഞാൽ ഒന്നും കൂടെ കാണിക്കുക. പ്രിഫറബിളി 6 months തന്നെ കാണിക്കുക, കാരണം കുട്ടികൾ പെട്ടെന്ന് വളരും. അപ്പം നമുക്ക് എന്തെങ്കിലും മാറ്റം വന്നാൽ ഞങ്ങൾക്ക് പിടിക്കാൻ ഏറ്റവും നല്ലത് 6 months കറക്ഷൻ തന്നെയാണ്. അങ്ങനെ വരുമ്പോഴാണ് നമ്മൾ ഈ അഡിനോയിഡൈറ്റിസിൻ്റെ കേസസ് കുറേ കാണുന്നുണ്ട്. ഒരു 10 കുട്ടികൾ വരുന്നെങ്കിൽ 8 കുട്ടികൾക്കും ഒരു 4-5 വയസ്സ് പ്രായം തന്നെ അഡിനോയിഡൈറ്റിസ് എന്ന് പറഞ്ഞൊരു കാര്യം കാണുന്നുണ്ട്. നമ്മുടെ ടോൺസിൽസ്, ഈ തൊണ്ടയിലെ ടോൺസിൽസ് അഡിനോയിഡ്സ് എന്ന് പറഞ്ഞ 2 ഗ്രന്ഥികളുണ്ട്. ഇതിന് ഇൻഫെക്ഷൻ വന്ന് വീങ്ങുമ്പോൾ നമ്മുടെ ശ്വാസനാളങ്ങൾ ചുങ്ങിപ്പോവും. അപ്പോൾ കുട്ടികൾക്ക് ശ്വാസം കിട്ടാനൊരു ബുദ്ധിമുട്ടുള്ളതുകൊണ്ട് അവർ വായക്കൂടെ ശ്വാസം വലിക്കാനുള്ളൊരു പരിപാടി തുടങ്ങും. അപ്പം തന്നെ അവർ ഇടയ്ക്കിടയ്ക്ക് അവർക്ക് കോൾഡ്, പനി, ജലദോഷം, നമ്മൾ പൊതുവേ അതിന് അലർജി എന്നൊരു വാക്ക് പറഞ്ഞിട്ട് നമ്മളതിനെ കാറ്റഗറൈസ് ചെയ്ത് വിടും. അത് വിടരുത്. നമ്മളൊരു ENT-നെയോ അല്ലെങ്കിൽ കുട്ടിയുടെ പീഡിയാട്രിക് ഡോക്ടർ ആരാച്ച അവരെ ഒന്ന് കാണിച്ച ഡോക്ടർ അഡിനോയിഡ്സിന് എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടോ എന്നുള്ളത് നമ്മൾ ചെക്ക് ചെയ്യേണ്ടിയിരിക്കുന്നു. ഈ അഡിനോയിഡൈറ്റിസ് വന്നു കഴിഞ്ഞാൽ ആദ്യം കാണുന്ന സൈന് കുട്ടികൾ ഉറങ്ങുമ്പോൾ വാ തുറന്ന് ഉറങ്ങാൻ തുടങ്ങും. വാ തുറന്ന് ഉറങ്ങുമ്പോൾ എന്താ വെച്ചാൽ നെഗറ്റീവ് എയർ പ്രഷർ എന്ന് പറഞ്ഞ സംഭവം, അതായത് വാ അടച്ചുറങ്ങുമ്പോഴും വാ തുറന്നുറങ്ങുമ്പോഴും നമ്മുടെ വായ്ക്കകത്തൊരു പ്രഷർ ഉണ്ടാകും. ഒരു സാധനം അടയ്ക്കുമ്പോഴും തുറക്കുമ്പോഴും ഉണ്ടാകുന്ന ഡിഫറൻസ്. ആ പ്രഷറിൽ നമ്മുടെ മേൽത്തെ അടിക്ക് ജോന് വളർച്ച കൂടാനോ അല്ലെങ്കിൽ താഴത്തെ ജോന് വളർച്ച കുറയാനോ അല്ലെങ്കിൽ ഇതിൻ്റെ ഒരു കോമ്പിനേഷൻ ഉണ്ടാകാനോ ഒരു ചാൻസസ് ഉണ്ട്, നല്ല ചാൻസസ് ഉണ്ട്. അപ്പം നമുക്ക് പിന്നീട് അത് കറക്റ്റ് ചെയ്യാനുള്ള കാര്യങ്ങളിലോട്ട് പോകും. ഇനി എങ്ങാനും ഒരു കുഞ്ഞിന് നമ്മളിത് കണ്ടു എന്ന് വിചാരിക്കുക, നമ്മൾ ഫസ്റ്റ് ENT കൺസൾട്ട് എടുക്കാൻ പറയും. അഡിനോയിഡൈറ്റിസിനുള്ള ട്രീറ്റ്മെൻറ്റ് അവർ ചിലപ്പോൾ ഒരു ആൻറ്റിബയോട്ടിക് കോഴ്സ് ആയിരിക്കും, ചിലപ്പോൾ കുറച്ചുകൂടി അവർക്ക് ഒരു സ്റ്റിറോയിഡ് കോഴ്സ് വരും, കുറേ ഇൻഹേലേഴ്സ്, സ്പ്രേ, അല്ലെങ്കിൽ കുറച്ച് സിവിയർ കേസസ് ഒക്കെ ആണെങ്കിൽ അവർ സർജറി സജസ്റ്റ് ചെയ്യും. അപ്പോൾ അതൊരു നല്ല ഓപ്ഷനായിട്ട് നിങ്ങൾക്ക് തോന്നുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒരു സെക്കൻഡ് ഒപ്പീനിയൻ വേണമെങ്കിൽ അത് എടുത്തിട്ട് ആ ട്രീറ്റ്മെൻറ്റ് എന്താണോ ആവശ്യമുള്ളത് അത് നമ്മൾ കണ്ടിന്യൂ ചെയ്യുക.
അതിനുശേഷം ഒരു ഡെൻറ്റിസ്റ്റിനെ കാണുക. ഡോക്ടർ അഡിനോയിഡ്സിൻ്റെ പ്രശ്നം കഴിഞ്ഞു, കുഞ്ഞിന് ശ്വാസം കിട്ടുന്നുണ്ട്, അവിടെ ഡെൻറ്റിസ്റ്റിന് എന്താ ചെയ്യാനുള്ളത്? നമ്മൾ ഈ വായക്കൂടെ ശ്വാസം വലിക്കുന്നത് നിർത്തണം. ഇതെന്താ വെച്ചാൽ കുറേ കാലം കഴിയുമ്പോഴേക്കും ഹാബിച്വലായി പോവും, ഒരു ശീലമായി പോവും. അപ്പോൾ എന്താ വെച്ചാൽ ഈ ജോയിൻ്റ് ഇഷ്യൂസ് പിന്നെയും തുടങ്ങുകയാണ്. അപ്പോൾ നമ്മൾ ഓറൽ സ്ക്രീൻ എന്ന് പറഞ്ഞ ഒരു അപ്ലയൻസ് ഉണ്ട്, അധികം പീഡിയാട്രിക് ഡെൻറ്റിസ്റ്റുകളാണ് കൊടുക്കുന്നത്. ഓറൽ സ്ക്രീൻ എന്ന് പറഞ്ഞാൽ രാത്രി ഇട്ടിട്ട് കിടന്നുറങ്ങാനുള്ള ഒരു അപ്ലയൻസാണ്. അത് ഇടുമ്പോൾ വായുടെ ചുണ്ട് അടച്ചു വെക്കാനേ കുട്ടിക്ക് പറ്റുള്ളൂ, തുറന്നു വെക്കാൻ പറ്റില്ല. ഇപ്പോൾ രാത്രി നമ്മുടെ നേസൽ പാത്ത് ക്ലിയർ ആയി കഴിഞ്ഞാൽ കുഞ്ഞിന് നല്ല രീതിക്ക് മുക്കുകൂടെ ശ്വാസം വലിക്കാം. പക്ഷേ ഹാബിറ്റ് കാരണമാണ് വായക്കൂടെ ശ്വാസം വലിക്കുന്നെങ്കിൽ അത് മെല്ലെ മെല്ലെ നമുക്ക് ഒഴിവാക്കാൻ പറ്റും. അപ്പോൾ നിങ്ങളുടെ കുട്ടികൾ വാ തുറന്ന് ഉറങ്ങുകയാണെന്നുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് ഒരു ഡെന്റിസ്റ്റിനെ കൊണ്ട് കാണിക്കുക. ഡെന്റിസ്റ്റ് പറയുന്നത് അനുസരിച്ചിട്ട് ENT-നെ കാണിക്കുക. അതിനുള്ളൊരു സൊല്യൂഷൻ കിട്ടും. ഇത് ഫസ്റ്റ് സെറ്റ് ഓഫ് ട്രീറ്റ്മെന്റ് ആണ്. അപ്പൊ ഈ വാ തുറന്ന് ഉറങ്ങുന്നത് വഴി ഈ മേലത്തെ വളരാനും പല്ല് പൊങ്ങാനും സാധ്യതയുണ്ട്. പല്ല് പൊങ്ങുന്നതിലുപരി പല്ല് പൊങ്ങിയാൽ എനിക്ക് താഴ്ത്താൻ പറ്റും. മോണ പൊങ്ങിയാൽ നമ്മൾ എന്ത് ചെയ്യും? മോണ പൊങ്ങി ഒരു ഏജ് കിട്ടുകയാണെങ്കിൽ എനിക്ക് അത് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാൻ പറ്റും. പക്ഷെ ഒരു അഡൾട്ട് ആണ് മോണ പൊങ്ങി. എനിക്ക് കുറേ കേസസ് ഇപ്പൊ വരുന്നുണ്ട്. കുഞ്ഞുനാളിലൊന്നും ബോധറായിരുന്നില്ല ഡോക്ടറെ, എൻ്റെ പല്ല് നല്ല വരിയായിട്ടാവും ഇരിക്കുന്നുണ്ടാവും, പക്ഷെ ഞാൻ ചിരിക്കുമ്പോൾ മോണ കാണുന്നു അല്ലെങ്കിൽ മോണ പൊങ്ങുന്നു. അപ്പോഴേക്കും എൻ്റെ ഓപ്ഷൻസ് കുറഞ്ഞ് സർജനെ നേരത്തെ സുജിത്ത് പറഞ്ഞ പോലെ മുഖത്തിന്റെ ഷേപ്പ് മാറ്റേണ്ട ഒരു അവസ്ഥയിലോട്ട് നമ്മൾ പോകും. ഈ ചില ആളുകൾ നമ്മൾ ഈ ഇൻസ്റ്റാഗ്രാമിലൊക്കെ കുറെ ഫ്രണ്ട്സിനെ കളിയാക്കിയിടുന്ന കുറച്ച് റീലുകൾ കണ്ടിട്ടുണ്ടാവും. വാ തുറന്ന് പിടിച്ച് ഉറങ്ങുന്ന അഡൾട്ട്സ്, വലിയ ആൾക്കാർ. ഇഷ്ടം പോലെ. അതെന്തായിരിക്കും അങ്ങനെ ഈ വലിയ ആൾക്കാർ ഉറങ്ങുമ്പോൾ ആന്ന് പറഞ്ഞ് വാ തുറന്ന് പിടിച്ച് ഉറങ്ങുക? നമുക്ക് എയർവേ ഇഷ്യൂസ് എല്ലാ പ്രായത്തിലും ഉണ്ടാവാം, കുഞ്ഞിൽ മാത്രമല്ല. ഇപ്പൊ അലർജി ഉള്ള എത്രയോ അഡൽട്സ് ഉണ്ട്, ശ്വാസമുട്ടലുള്ളവരുണ്ട്. ഈ ഒബ്സ്ട്രക്റ്റീവ് സ്ലീപ്പ് ആപ്നിയ എന്ന് പറഞ്ഞൊരു സാധനം ഇപ്പം ട്രെൻഡിങ് ആണ്. അങ്ങനെ തന്നെയാണ് ശരിക്കും പറയേണ്ടത്. എല്ലാം കണക്റ്റഡ് ആണ്. ഇതൊരു അസുഖമാണ്, ഇതൊരു ട്രെൻഡിങ് ആയ അസുഖമാണ്. എന്നാൽ ഇതിനെക്കുറിച്ച് വിവരമുള്ള സ്പെഷ്യലിസ്റ്റുകൾ വളരെ കുറവാണ്. ഇപ്പം ഞാനും അതിനെ ആധികാരികമായി പറയാൻ ആളല്ല. PG സമയത്ത് പഠിച്ചിട്ടുണ്ട്, 1-2 കേസിനെ എനിക്ക് ഹെൽപ്പ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടെന്നല്ലാതെ ഞാനും ആധികാരികമായി പറയാൻ ഒരാളല്ല. എന്നാലും ഒരു ഒബ്സ്ട്രക്റ്റീവ് സ്ലീപ്പ് ആപ്നിയ കേസ് വരുമ്പോൾ ഒരു ഗ്രൂപ്പ് ഓഫ് ഡോക്ടേഴ്സാണ് അത് ഹെൽപ്പ് ചെയ്യേണ്ടത്. ആ ഗ്രൂപ്പിൽ ഒരു പൾമനോളജിസ്റ്റ് ഉണ്ടാകണം, ഒരു ENT ഉണ്ടാകണം, ഒരു ഡെൻറ്റിസ്റ്റ് ഉണ്ടാകണം, ഒരു ഓറൽ സർജൻ ഉണ്ടാകണം. അങ്ങനെ കുറേ ഉണ്ട്. അപ്പോൾ വളരെ റെയർ ആയിട്ടാണ് കേരളത്തിൽ സ്ലീപ്പ്. ഇപ്പോൾ കുറച്ചത് അതാ ഞാൻ പറഞ്ഞു, ട്രെൻഡിങ് ആണ്. ഇപ്പോൾ ഒരു ഇമ്പ്രൂവ്മെൻറ്റ് കാണുന്നുണ്ട്. സ്ലീപ്പ് സ്റ്റഡീസ് വരുന്നുണ്ട്, സ്ലീപ്പ് പാറ്റേൺ അനാലിസിസ് വരുന്നുണ്ട്. ഈ ഒബ്സ്ട്രക്റ്റീവ് സ്ലീപ്പ് ആപ്നിയയ്ക്ക് പല കാരണങ്ങളുണ്ട്. നമ്മൾ സിമ്പിളായി പറയുന്ന കളിയാക്കുന്ന കൂർക്കം വലി വരെ ഇതിനൊരു സൈനാണ്. സ്ട്രെസ്, ഒബീസിറ്റി, ലൈഫ് സ്റ്റൈൽ, അല്ലാത്ത ജനറ്റിക് ആയിട്ടുള്ള ഇഷ്യൂസ്, സിസ്റ്റമിക് ഡിസോർഡേഴ്സ് എല്ലാം ഇതിനൊരു കാരണമാണ്. ഒബ്സ്ട്രക്റ്റീവ് സ്ലീപ്പ് ആപ്നിയയ്ക്കുള്ള കാരണം എന്ന് ചോദിച്ചാൽ നമുക്ക് എല്ലാവർക്കും ഒരു കാരണം അതിലുണ്ടാവും. സ്ട്രെസ് എല്ലാവർക്കും ഉള്ള സാധനമാണ്, ഇല്ലാത്ത സാധനമല്ല. അപ്പോൾ അതെല്ലാം നമ്മുടെ ലൈഫ് സ്റ്റൈൽ ഇമ്പ്രൂവ് ചെയ്യുക എന്നുള്ളത്. ഇപ്പം എല്ലാവരും വിചാരിക്കും എനിക്ക് ലൈഫ് സ്റ്റൈൽ ശരിയല്ലെങ്കിൽ കൊളസ്ട്രോള് അല്ലെങ്കിൽ പ്രഷർ, ഷുഗർ ഇങ്ങനത്തെ സാധനങ്ങളെ വരുള്ളൂ. അല്ല, നമുക്കല്ലാത്തൊരു രോഗ അവസ്ഥ, അതായത് നമ്മൾ അറിഞ്ഞുകൊണ്ട് നമ്മുടെ ശരീരത്തിനെ ഒരു മോശമായ അവസ്ഥയിലോട്ട് കൊണ്ടുപോവാണ്. അപ്പോൾ ഉണ്ടാകുമ്പോഴുള്ള പ്രശ്നങ്ങൾ എന്താ? ഒബ്സ്ട്രക്റ്റീവ് സ്ലീപ്പ് ആപ്നിയ. പേര് പറയുന്ന പോലെ തന്നെ സ്ലീപ്പിന് ഒബ്സ്ട്രക്ഷൻ വരും. നമ്മൾ ഇൻസോമിനിയ പോലെ ഉറങ്ങാതിരിക്കുകയൊന്നുമല്ല, നല്ല ഉറക്കം ഉണ്ടാവും. REM സ്ലീപ്പ് എന്ന് പറയും, ഏറ്റവും നമ്മൾ ഡീപ്പായി ഉറങ്ങുന്ന സമയം. ആ സമയത്ത് ശ്വാസകോശത്തിൽ തടസ്സം വന്ന് നമ്മൾ 1 സെക്കൻഡ് ശ്വാസം എന്ന് പറഞ്ഞ് ഞെട്ടി എണീക്കും. ഹാർട്ട് അറ്റാക്ക് വരെ സംഭവിക്കാന്നല്ലേ പറയുന്നത്? അങ്ങനെ പറയുന്നുണ്ട്. പക്ഷെ അതും സ്ലീപ്പ് ആപ്നിയ ആയിട്ടുള്ള റിലേഷൻസ് അതൊരു ഭയങ്കര റിലേഷൻ അല്ല. ഇത് ഭയങ്കര ഇതെന്താ വെച്ചാൽ ശ്വാസം അങ്ങ് തടുത്തു പോവുകയാണ്. തടുത്തു പോകുമ്പോൾ നമ്മൾ പറഞ്ഞാൽ ഞെട്ടി എണീക്കുമ്പോൾ നേരെ വേർട്ടിക്കലായിട്ടാവും നമ്മൾ എണീക്കഴിഞ്ഞാൽ എന്താ വെച്ചാൽ ടങ് നോർമൽ പൊസിഷനായി നമ്മൾ വേർട്ടിക്കലായി ഇരുന്ന് പോകുമ്പോൾ ബോഡി പോലെ പഴയ പോലെ ഫങ്ഷനിങ് ആയി വോളണ്ടറിലി നമ്മൾ പിന്നെയും എന്താ പറയുക സെൻസിലോട്ട് വന്നു. അപ്പം നമ്മൾ ചെരിഞ്ഞ് കിടന്ന് അതേ സ്പീഡിൽ കിടന്ന് ഉറങ്ങും. അപ്പോൾ അല്ലെങ്കിൽ ഒരു സെക്കൻഡിനെ നമുക്ക് ആ ഒരു ബോധം തെളിഞ്ഞു വരത്തുള്ളൂ. പിറ്റേ ദിവസം നമ്മൾ രാത്രി ഒരു 8 മണിക്കൂർ 10 മണിക്കൂർ ഉറങ്ങിയാലും രാവിലെ നീട്ടാ ക്ഷീണം വെച്ചിരിക്കും. അപ്പം എല്ലാവരും പറയും മടിയൻ, ജോലി എടുക്കാൻ താല്പര്യമില്ല, ഇങ്ങനെയൊക്കെ നമ്മൾ കേൾക്കും. പക്ഷെ ആക്ച്വലി അവരുടെ മൈൻഡ് ഭയങ്കര ആക്റ്റീവാണ്. അപ്പം അങ്ങനെയുള്ള ഇഷ്യൂ. അവർക്ക് ഡ്രൈവിങ് പാടില്ല, അവർ ഡ്രൈവ് ചെയ്ത് കഴിഞ്ഞാൽ ഓടിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഉറങ്ങിപ്പോവും. അപ്പോൾ ഒബ്സ്ട്രക്റ്റീവ് സ്ലീപ്പ് ആപ്നിയ കൊണ്ട് പ്രശ്നമില്ല, പക്ഷെ അതിൻ്റെ ക്ഷീണം കൊണ്ടാണ് നമുക്ക് കുറേ അധികം പ്രശ്നങ്ങൾ വരുന്നത്. അപ്പോൾ ചെറുപ്പകാലത്ത് തന്നെ ഈ പല്ല് കറക്റ്റ് ചെയ്യുന്നതിന് വേണ്ടിയുള്ള പരിപാടികൾ നോക്കണം. യെസ്,
ആസ് ഏർലി ആസ് 4 to 5 years നമ്മൾ വരുന്നതാണ് നല്ലത്. ഓക്കെ. അപ്പോൾ ബേസിക്കലി നമ്മൾ എന്താ ചെയ്യേണ്ടത് വെച്ചാൽ ഇപ്പോൾ ഈ ഞാൻ ജോയിൻ്റ് ഇഷ്യൂസ് പറഞ്ഞു, ഇതേപോലെ തന്നെ വേറെ കുറേ ഹാബിറ്റ്സ് വരാം. കുട്ടികൾ ഭക്ഷണം കഴിക്കുമ്പോൾ നാക്ക് വെച്ച് പല്ലിനെ ഇങ്ങനെ കഴിക്കുന്നൊരു ഇതുണ്ടാവും. നമ്മൾ അമ്മമാരാണെങ്കിലും പെട്ടെന്ന് വായി കൊടുക്കുമ്പോൾ കുട്ടികൾ നാക്ക് കാണിക്കും, നമ്മൾ നാക്കത്ത് വെച്ച് കൊടുക്കും, അവരത് അങ്ങനെ. അപ്പോൾ ടങ് ത്രസ്റ്റിംഗ് എന്നുള്ളൊരു സ്വഭാവം വരാം. അല്ലെങ്കിൽ കുഞ്ഞിലെ വിരൽ ഓടിക്കുന്ന കുട്ടികൾക്ക് ജോ ഭയങ്കര നാരോ ആയിട്ട് വരാം. അതായത് സ്കെലിറ്റലായിട്ട് നമ്മുടെ എല്ലിന് വളർച്ച കുറവോ കൂടുതലോ അല്ലെങ്കിൽ അഡാപ്റ്റേഷൻ ഇഷ്യൂസോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഏർലി ആ വളരുന്ന പ്രായത്തിൽ കറക്റ്റ് ചെയ്യുന്നതാണ് നല്ലത്. നമ്മൾ എല്ലിനെ പിടിച്ച് വലിച്ചിടുകയൊന്നുമല്ല ചെയ്യുന്നത്, കറക്റ്റ് ഒരു ഗ്രോത്ത് പാത്തിലോട്ട് നമ്മളെ അത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ആ പാത്തിലോട്ട് ഗ്രോത്ത് വരുമ്പോൾ കുറച്ചും കൂടെ നല്ല റിസൾട്ട്സ് നമുക്ക് കിട്ടും. ഓക്കെ. അപ്പോൾ ഇനി നമുക്ക് ഈ സ്മൈൽ കറക്ഷൻ, അതായത് ഈ ഓർത്തോ ട്രീറ്റ്മെൻറ്റിലേക്ക് വരികയാണെങ്കിൽ കൂടുതലും ടീനേജേഴ്സാണ് ഇപ്പം വരുന്നതെന്ന് പറഞ്ഞു. അപ്പോൾ ടീനേജേഴ്സ് വരുമ്പം സ്വാഭാവികമായിട്ടും അവർക്ക് അവരൊരു ബ്യൂട്ടി കോൺഷ്യസ് ആകുമ്പോഴത്തേക്കിനും, അതായത് കുട്ടികൾ കളിയാക്കി തുടങ്ങുന്നു, ഇല്ലെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ലൈക്ക് ഒരു അട്രാക്ഷൻ കിട്ടണമല്ലോ. പല്ല് എന്ന് പറയുന്നത് അതെ ഇപ്പൊ ഒരു വലിയൊരു ഫാക്ടറായി മാറുകയാണ്. അപ്പോൾ ഇപ്പൊ ഞാൻ തന്നെ ഇപ്പം ഇത്രയും പ്രായമായിട്ട് ഇത് ചെയ്യണമെന്ന് തീരുമാനിച്ച് നമ്മൾ ഈ വീഡിയോ എടുക്കുമ്പോഴത്തേക്കിനും ആൾക്കാർ കാണുന്നു, അപ്പോൾ അതൊന്ന് വൃത്തിയായിരിക്കണം എന്നൊക്കെയുള്ള ഒരു ഇതിലാണല്ലോ. പിന്നെ കല്യാണം ആകുമ്പോഴത്തേക്കിനും എല്ലാവർക്കും കല്യാണം ആകാറാകുമ്പോഴത്തേക്കും കല്യാണ പ്രായം ആകുമ്പോഴത്തേക്കിനും ധൃതി പിടിച്ച് ചെയ്യാനായിട്ട് വരുന്ന ആൾക്കാരുണ്ടാവും. അപ്പോൾ നമ്മൾ ട്രഡീഷണലി ചെയ്തു വരുന്ന ഒരു രീതി എന്ന് പറയുന്നത് പല്ലേൽ കമ്പി ഇടുക എന്നുള്ളതാണ്. എന്താണ് അതിന്റെ അഡ്വാൻറ്റേജസും ഡിസഡ്വാൻറ്റേജസും? ബേസിക്കലി ഇപ്പം നമുക്ക് 2 ടെക്നിക്കാണല്ലോ ഉള്ളത്. സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ നമുക്ക് പല്ലിൽ കമ്പി ഇടുന്ന ടെക്നിക്കുണ്ട്, പിന്നെ അലൈനേഴ്സ് എന്ന് പറഞ്ഞൊരു സിസ്റ്റം ഉണ്ട്. നിങ്ങൾ രണ്ടും ചെയ്യുന്നുണ്ട്? ഞാൻ രണ്ടും ചെയ്യും, ഞാൻ രണ്ടിൻ്റെ സ്പെഷ്യലിസ്റ്റ് ആണ്. അപ്പം അലൈനേഴ്സ് എന്ന് പറയുന്ന ഒരു 1998 തൊട്ടിട്ടാണ് മാർക്കറ്റിൽ ഇറങ്ങി തുടങ്ങിയത്. ഇൻവിസിലൈൻ എന്ന് പറഞ്ഞൊരു കമ്പനിയാണ് അതിൻ്റെ ഫോർഫാദേഴ്സ് അല്ലെങ്കിൽ ഉണ്ടാക്കിയ ആൾക്കാർ. വേറെ കമ്പനികളുണ്ട്. ഇത് കണ്ടിട്ട് കോപ്പിയായി വരുന്നതാണ് ബാക്കിയുള്ള കമ്പനീസ്. 20 yearsോളം അവരെ പേറ്റന്റ് മൊത്തം ഹോൾഡ് ചെയ്ത് വെച്ചായിരുന്നു, വേറെ ആരും കോമ്പറ്റീഷൻ വരണ്ടെന്ന് പറഞ്ഞ്. ആൻഡ് അതുകൊണ്ട് തന്നെ വേൾഡിലെ വൺ ഓഫ് ദ സ്റ്റിൽ ടോപ്പ് എന്നെങ്കിൽ പറയാം കമ്പനീസിലൊന്നാണ് ഇൻവിസിലൈൻ. അതല്ലാതെ നമുക്ക് കുറേ ഇന്റർനാഷണൽ കമ്പനീസ് ഉണ്ട്. ഇന്ത്യയിൽ ഉണ്ടാക്കുന്നതുകൊണ്ട് നമ്മൾ ഇന്ത്യൻ മെയ്ഡ് എന്ന് പറയുന്നതുകൊണ്ട്, ഇനിയിപ്പോൾ ദുബായിലാണെങ്കിൽ ദുബായ് മെയ്ഡ് എന്ന് പറയും, അങ്ങനെയുള്ള അലൈനേഴ്സും ഉണ്ട്. നമുക്ക് ഒരു പേഷ്യൻറ്റിനെ കാണുമ്പോൾ എനിക്ക് കുറേ അലൈനർ എൻക്വയറി ഉണ്ട്. അപ്പോൾ എല്ലാവർക്കും എന്താ വെച്ചാൽ അലൈനേഴ്സിനോട് ഭയങ്കര ഇഷ്ടമാണ്. സുജിത്തിന് അറിയാമല്ലോ, കംഫർട്ടബിൾ ആണ്, ഫുഡ് കഴിക്കാൻ ബുദ്ധിമുട്ടില്ല, പെയിൻ ഫാക്ടർ കമ്പാരിറ്റീവ്ലി വളരെ ലോ ആണ്. അപ്പോൾ എല്ലാം കൊണ്ടും അവർ ഭയങ്കര ഹാപ്പിയാണ്. പക്ഷേ എല്ലാ കേസും നമ്മൾ അങ്ങനെ അലൈനർ ചെയ്യാം എന്ന് പറയുന്നത് ഒരു ശരിയായ സിനാരിയോ അല്ല. നമ്മൾ എല്ലാ കേസും അസസ് ചെയ്യണം. പേഷ്യൻറ്റിൻ്റെ കംപ്ലൈൻറ്റ് എന്താണ്, നമുക്ക് അതിൽ എന്തൊക്കെ കറക്ഷനാണ് വേണ്ടത്, അതിന് കറക്റ്റ് ചെയ്യാനുള്ളൊരു കേപ്പബിലിറ്റി അല്ലെങ്കിൽ എക്യുപ്ഡ് ആണോ ഈ അലൈനേഴ്സ് എന്ന് നമ്മൾ ഫസ്റ്റ് ചെക്ക് ചെയ്യണം. എന്തുകൊണ്ടും സുപ്പീരിയർ ആയി നിൽക്കുന്നത് ബ്രേസസ് ആണ്. കാരണം ഇത്രയും വർഷങ്ങളായി ഇവോൾവ് ആയി വന്നൊരു സാധനമാണ്. അത് മോശം നമുക്ക് ഒരിക്കലും പറയാൻ പറ്റില്ല. വളരെ കോംപ്ലിക്കേറ്റഡ് ആയ കേസസ് നമുക്ക് ചെയ്യാൻ കുറച്ചും കൂടെ പെർഫെക്ഷനിലോട്ട് എത്താൻ എപ്പോഴും ബ്രേസസ് തന്നെയാണ് നല്ലത്. എന്നാൽ ഒരുവിധം കോംപ്ലക്സിറ്റി വരെ ഇൻവിസിലൈൻ ഹാൻഡിൽ ചെയ്യാൻ പറ്റും. ഇൻവിസിലൈൻ ഹാൻഡിൽ ചെയ്യുന്ന കോംപ്ലക്സിറ്റി ഒന്നും വേറൊരു കമ്പനി അലൈനേഴ്സിനും അത്ര കണ്ട് എഫിഷ്യൻ്റ് ആയിട്ട് ഹാൻഡിൽ ചെയ്യാനുള്ള ഒരു കേപ്പബിലിറ്റി ഞാൻ കണ്ടിട്ടില്ല. കാരണം അവരുടെ ടെക്നോളജി കുറച്ചും കൂടെ ഹൈ ഇംപ്രൂവ്ഡ് ആണ്. അവർ 98 തൊട്ടിട്ട് റിസർച്ച് ചെയ്യുന്ന, അല്ലെങ്കിൽ അതിന് മുന്നേ തൊട്ട് റിസർച്ച് ചെയ്യുന്നവരാണല്ലോ. അപ്പോൾ ബാക്കിയുള്ളവർ അവിടെ എത്തുന്നേ ഉള്ളൂ. അതിൻ്റെതായ ഒരു ഡിഫറൻസസ് ഉണ്ട്. അപ്പോൾ ബ്രേസസിന് ഗുണം എന്ന് പറയാൻ ഇത് മാത്രമേ ഉള്ളൂ. മാക്സിമം കോംപ്ലിക്കേറ്റഡ് കേസസും നമുക്ക് ബ്രേസസിൽ നല്ല റിസൾട്ട്സ് കിട്ടുന്ന അത്രയും റിസൾട്ട് നമുക്ക് അലൈനർ ചീപ്പറാണ്, അഫോർഡബിൾ ആണ്. ഓ യെസ്, അങ്ങനെ പറയുന്നതിലും ഇപ്പൊ കാര്യമില്ല. കാരണം അലൈനേഴ്സ് ചീപ്പാവാൻ തുടങ്ങിയിട്ടുണ്ട്. അത് ദാറ്റ് ഈസ് എ വെരി ഗ്രേ ഏരിയ ടു ടോക്ക്. ബട്ട് സ്റ്റിൽ എന്താ പറയുക, അലൈനേഴ്സ് വളരെ ചീപ്പ് ആവുന്നുണ്ട്. വ്യത്യാസം എന്താ വെച്ചാൽ നമ്മളൊരു ആസ് എ കോമൺ മാൻ ഇങ്ങനെ കുറേ ആഡുകൾ അല്ലെങ്കിൽ കുറേ ഓൺലൈനിൽ കിട്ടുന്ന ഇൻഫർമേഷനിലാണ് വരുന്നത്. ചീപ്പ് അലൈനേഴ്സ് എന്ന് പറയുന്നത് വളരെ സിമ്പിളായ കേസുകൾ. ഇപ്പോൾ സുജിത്തിൻ്റെ ഒരു ഗ്യാപ്പ് ആണെങ്കിൽ അതിലും കുഞ്ഞു ഗ്യാപ്പുകളൊക്കെ കറക്റ്റ് ചെയ്യുന്നതിനാണ് ഈ അലൈനർ വില കുറഞ്ഞു വരുന്നത്. പക്ഷേ അതിലും വില കൂടിയ ബ്രേസസ് വരുന്നത് അതിലും എത്രയോ കോംപ്ലിക്കേറ്റഡ് ആയ കേസസിനാണ്. അപ്പോൾ നമ്മൾ കോസ്റ്റ് ഫാക്ടർ പറയുമ്പോൾ അവിടെ ഇത്രയും എൻ്റെ ഫ്രണ്ട് ചെയ്തു, അവിടെ ഇത്രയായുള്ളൂ, അങ്ങനെ നമ്മൾ കമ്പയർ ചെയ്യുന്നതിൽ കാര്യമില്ല. കാരണം ഓരോ ഇൻഡിവിജ്വലിൻ്റെ പല്ലിൻ്റെ അവസ്ഥയും ഓരോ ആണ്. അപ്പോൾ ആ ഒരു അവസ്ഥയിൽ എന്ത് കറക്ഷനാണോ അവർക്ക് വേണ്ടത് അതിനനുസരിച്ചാണ് നമ്മുടെ കോസ്റ്റ് പോകുന്നത്. ഇപ്പം നമ്മൾ ജിമ്മിൽ പോകുമ്പോൾ എല്ലാവർക്കും ഒരു ബേസ് കോസ്റ്റ് ഉണ്ടാവും. പക്ഷേ
രണ്ട് വെയിറ്റുള്ള ആൾക്കാർ ഒരു വെയിറ്റിലേക്ക് എത്തിക്കാൻ വേണ്ടി ഒരാൾക്ക് ചിലപ്പോൾ അധികം പേ ചെയ്യേണ്ടി വരും, ഒരാൾക്ക് അത്രയും പേ ചെയ്യേണ്ടി വരില്ല. അപ്പോൾ ഒരേ ജിമ്മാണ്, ഒരേ ട്രെയിനറാണ്, പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പം അതേപോലെ തന്നെ പല്ലിൻ്റെ അവസ്ഥകളും അങ്ങനെയാണ്, ഓരോരുത്തർക്ക് അനുസരിച്ച് നമുക്ക് മാറ്റങ്ങളും ഉണ്ടാകും. അത് അലൈനർ ആയാലും ബ്രേസസ് ആയാലും. എന്നാൽ സിമ്പിളായ കേസസിന് അലൈനർ ഹെൽപ്ഫുള്ളാണ്. കാരണം അധികകാലം ഇടണ്ട. നമ്മൾ മറ്റത് 1.5-2 വർഷം എന്ന് പറയുന്നത് ഇവിടെ ഒരു 8 മാസം 10 മാസത്തിൽ സുഖമായി തീരും, അല്ലെങ്കിൽ അതിൽ കുറഞ്ഞും നമുക്ക് തീരാൻ ചാൻസസ് ഉണ്ട്. പെയിന്, ഡിസ്കംഫർട്ട്, അങ്ങനത്തെ കുറെ കാര്യങ്ങളുണ്ട് അലൈനർ. പിന്നെ മറ്റു ആ ഒരു കാണുമ്പോൾ അതിങ്ങനെ വിസിബിളി ഇങ്ങനെ കാണും. പിന്നെ എല്ലാ മാസവും പോയി മുറുക്കണം. യെസ്, എല്ലാ മാസവും 1 മാസം വിടാതെ എൻ്റെ അടുത്തോട്ട് വരണം, അല്ലെങ്കിൽ ഡോക്ടറുടെ അടുത്തോട്ട് പോകണം. ഡോക്ടറുമായിട്ട് ഭയങ്കര ഒരു അഗാധ ബന്ധത്തിലേക്ക് മാറുന്നൊരു പരിപാടിയാണ് ഈ അലൈനേഴ്സ്. എൻ്റെ പേഷ്യൻസിന്റെ അടുത്ത് പറയും, ഇപ്പൊ നമ്മൾ തന്നെ ഇത്രയും കമ്പനി ആയാലും എൻ്റെ പേഷ്യൻസിന്റെ അടുത്ത് എപ്പോഴും മനസ്സിലായി, ഞാൻ എപ്പോഴെങ്കിലും കാണാറുള്ളൂ അലൈനർ ആയതുകൊണ്ട്. പക്ഷേ ബാക്കിയുള്ള കുട്ടികളെന്ന് പറയുമ്പോൾ, ഞാൻ ഇതിന് മുന്നേ വർക്ക് ചെയ്തിരുന്ന ഒരു സ്ഥലത്ത്, കേരളത്തിലല്ല, ഒരു സ്ഥലത്ത് ഭയങ്കര ക്ലോസ് ആയിരുന്നു എൻ്റെ അടുത്ത് പേഷ്യൻ്റ്. അപ്പോൾ കുട്ടികളിൽ അവർക്കൊരു ബോയ് ഫ്രണ്ട് ഉണ്ടായാൽ, ഗേൾ ഫ്രണ്ട് ഉണ്ടായാൽ അവരുടെ ഫ്രണ്ട്സ് പോലും അറിയില്ല. ആദ്യം അറിയുന്ന ആൾ ഞാനാണ്. ഫോണും എടുത്തുകൊണ്ട് വരും, ഡോക്ടറെ ഹൗ ഇസ് ഹീ, ഞാൻ പറയും ഹീസ് ക്യൂട്ട് എന്താണ്. അപ്പോൾ നമ്മളും എന്താ വെച്ചാൽ എനിക്കൊരു ഭയങ്കര റെസ്പോൺസിബിലിറ്റി ഫീൽ ചെയ്യും ടീനേജേഴ്സാണ്. കാരണം നമ്മളുടെ കാലം പോലെയല്ല, ഇവർക്ക് ഭയങ്കര കോൺഷ്യസും ഭയങ്കര അവെയറുമാണ്. അപ്പോൾ എനിക്ക് ഭയങ്കര റെസ്പോൺസിബിലിറ്റി ഫീൽ ചെയ്യും. അവരെന്നെ വിശ്വസിച്ച് ഓരോ കാര്യങ്ങൾ പറയുമ്പോൾ അവരെ നല്ല വഴിക്ക് ഹെൽപ്പ് ചെയ്യുക എന്നുള്ളൊരു റെസ്പോൺസിബിലിറ്റിയും എനിക്ക് എടുക്കേണ്ടി വരുന്ന അവസരങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതൊരു ഭയങ്കര ഫാക്ടറാണ് ആ ഒരു ടീനേജേഴ്സായിട്ടുള്ള കണക്ഷൻ. അതേപോലെ എൻ്റെ ഒരു ദിവസം എൻ്റെ മുഖം വാടിയിരുന്ന, എന്താ ഡോക്ടറെ സുഖം, ബുദ്ധിമുട്ട് എന്തെങ്കിലും ഉണ്ടോ, അസുഖം എന്തെങ്കിലും ഉണ്ടോ, അത് ചോദിക്കുമ്പോൾ നമുക്കൊരു ഹാപ്പിനെസ്, എന്നെക്കുറിച്ച് കെയർ ചെയ്യുന്നുണ്ടല്ലോ എൻ്റെ പേഷ്യൻ്റ്. നമുക്കും ഒരു ഭയങ്കര ബന്ധമാണ്. പല പേഷ്യൻസും ഇപ്പോഴും എൻ്റെ ഫ്രണ്ട്സാണ്. ഞാൻ PG തൊട്ടിട്ട് ഉള്ള എൻ്റെ പല പേഷ്യൻസ് ഇപ്പോഴും കോണ്ടാക്റ്റിലുള്ളവരുണ്ട്. അതൊരു ഭയങ്കര ഹാപ്പി ആയിട്ടുള്ളൊരു റിലേഷനാണ് നമുക്ക്. ഓക്കെ, അപ്പോൾ അങ്ങനെ ആ ഒരു 2 ടൈപ്പ് ഓഫ് ട്രീറ്റ്മെൻറ്റ്സ് ആണ് ഇപ്പോൾ നിലവിൽ അവൈലബിൾ ആയിട്ടുള്ളത്. അതായത് ഒന്ന് ട്രഡീഷണൽ നമ്മൾ ഈ കമ്പി ഇടുക എന്ന് പറയുന്ന ആ ഒരു ബ്രേസസ്, 2 അലൈനേഴ്സ് അല്ലേ. അലൈനേഴ്സ് എന്ന് പറയുമ്പോഴത്തേക്കിനും പല കമ്പനികളുടെ അലൈനേഴ്സ് ഉണ്ട്. അപ്പോൾ ആ കമ്പനികളുടെ ആ ഒരു ഇതനുസരിച്ചിട്ട് ഇതിന്റെ കോസ്റ്റ് മാറും. അതെ, തീർച്ചയായിട്ടും. എനിക്ക് ഇൻവിസലൈൻ തന്നെയാണെന്ന് തോന്നുന്നു ഇപ്പോഴും ഏറ്റവും എക്സ്പെൻസീവ് ആയിട്ട് നിൽക്കുന്നത് ഇൻവിസലൈൻ തന്നെയാണ്. കാരണം ഐ തിങ്ക് ദേ നോ ദേ ആർ ദ ബെസ്റ്റ്, സോ ദേ ആർ ചാർജിങ് ദ മോസ്റ്റ്. അതാണ് എനിക്ക് തോന്നുന്നത്. നമ്മൾ മാക്സിമം റേറ്റ് കുറയ്ക്കാൻ നോക്കുന്നുണ്ട്, നടക്കുന്നില്ല. നമ്മുടെ കയ്യിലുള്ള കാര്യമല്ലല്ലോ അത്. ആ പ്രോഡക്റ്റ് കംപ്ലീറ്റ് US എന്നല്ലേ? എല്ലാം US മെയ്ഡ് ആണ്, FDA അപ്രൂവ്ഡ് ആണ് ഇൻവിസലൈൻ. ഇപ്പൊ എനിക്കറിയാം ഇതിന്റെ ട്രീറ്റ്മെന്റിന്റെ ഒരു രീതി എന്ന് പറയുന്നത്, നമ്മൾ ആദ്യം പോകുമ്പോഴത്തേക്കിനും ഇവര് നമ്മുടെ മുഖത്ത് പല്ലിന്റെ എക്സ്റേ ഒക്കെ എടുക്കും, എന്നിട്ട് സ്കാൻ ചെയ്യും. ആ സ്കാൻ ചെയ്തൊരു 3D രൂപം ഉണ്ടാക്കും, എന്നിട്ട് ഈ സാധനം അവർക്ക് അയച്ചു കൊടുക്കും ആദ്യം അല്ലേ? നമ്മൾ അപ്ലോഡ് ചെയ്യും. അവർക്ക് അപ്ലോഡ് ചെയ്യും, എന്നിട്ട് അവരൊരു സുജിത്തിന്റെ സമയത്ത് മാനുവൽ ആയിരുന്നു. ഇപ്പം ഇൻവിസലൈൻ പകുതിയിലധികം അവര് AI ആക്കി. അപ്പൊ അവരുടെ സോഫ്റ്റ്വെയറിൽ ഇടുമ്പോൾ അത് ഇത് കറക്റ്റ് ചെയ്ത് തരും. ഒരു പ്രിഫറൻസ്, അതായത് ഞാൻ ഇന്ന കേസിന് ഇന്ന രീതിക്ക് ഇന്ന മാതിരിയാണ് എനിക്ക് കറക്ഷൻ വേണ്ടതെന്ന് ഞാനൊരു പ്രിഫറൻസ് ടെംപ്ലേറ്റ് കൊടുത്തിട്ടുണ്ട്. സോ എനിക്കൊരു 6 hours ആണ് മാക്സിമം ടൈം. കാരണം ഇമ്മീഡിയറ്റ് ആയിട്ട് എനിക്കൊരു റഫ് കിട്ടും. ആ റഫ് ഞാനിരുന്ന് പിന്നെ മോഡിഫൈ ചെയ്യും. അപ്പം ഞാനാണ് സുഹിത്തിനെ കാണുന്നത്. സുഹിത്തിൻ്റെ ചിരി എങ്ങനെയാ, സംസാരം എങ്ങനെയാ, ഭാവങ്ങൾ എങ്ങനെയാ, എത്ര പല്ല് കാണുന്നു, അത് ഫേഷ്യലിന് എന്ത് മാറ്റം, ലിപ്പിന് സ്ട്രെയിൻ ഉണ്ടോ, ഞാൻ പല്ല് താഴ്ത്തി കഴിഞ്ഞാൽ മൂക്ക് പ്രോമിനൻ്റ് ആവുമോ, താടി ഇതൊക്കെ നമ്മൾ അനലൈസ് ചെയ്ത് പല്ലിനെ വൃത്തിയായ ഒരു പൊസിഷനിൽ എത്തിക്കും. നമ്മളെ കാണിച്ചു തരും. നമ്മൾ ഈ ആർക്കിടെക്റ്റുമാർ ഇന്റീരിയർ ഡിസൈനിങ് ചെയ്തിട്ട് നമ്മുടെ വീട് എങ്ങനെ ഉണ്ടാവുമെന്ന് കാണിച്ചു തരത്തില്ലേ? അതേപോലെ തന്നെ നമ്മൾ ഈ ട്രീറ്റ്മെന്റ് എല്ലാം കഴിയുമ്പോഴത്തേക്കിനും നമ്മുടെ പല്ലിന്റെ തിരയൊക്കെ എങ്ങനെയായിരിക്കും, ഏത് രീതിയിലായിരിക്കും, നമ്മുടെ മുഖത്തിന്റെ ഷേപ്പ് മാറുന്നത് വരെ ഇവർ കാണിച്ചു തരും. എനിക്ക് എല്ലാവരോടും പറയേണ്ട ഒരു കാര്യം എന്താ വെച്ചാൽ, ആ കാണിച്ചിരുന്ന വീഡിയോ എല്ലാവരും ഭയങ്കര കെയർഫുൾ ആയിട്ട് ഒന്ന് അനലൈസ് ചെയ്യണം. നമുക്കിത് പെട്ടെന്ന് കാണുമ്പോൾ ഒന്നും മനസ്സിലാവില്ല. സുഹൃത്തിന് മനസ്സിലായിരുന്നു ആദ്യം കണ്ടു, പിന്നെ സുഹൃത്ത് എന്നോട് ചോദിച്ചു. അപ്പോഴാണ് നമുക്ക് അതേപോലെ തന്നെ എല്ലാവരും അവരവരുടെ ഡോക്ടേഴ്സിനോട് ചോദിക്കണം ഏത് പല്ലാ നീങ്ങുന്നത്. അപ്പോൾ എന്താ വെച്ചാൽ അലൈനർ ഇടുമ്പോൾ ചിലപ്പോൾ ഒരു അലൈനർ 2 പല്ലിന് മാത്രമേ ഫോഴ്സ് കൊടുക്കുന്നുണ്ടാവും. നമ്മൾ സെലക്റ്റീവായിട്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ ഡോക്ടർ എനിക്ക് എപ്പം കോൾ വരും, ഡോക്ടറെ ഈ അലൈനർ ഭയങ്കര ലൂസാട്ടോ, എന്തോ പ്രശ്നമുണ്ട്, എവിടെയെങ്കിലും ടൈറ്റ് ഉണ്ട്. അപ്പോൾ ഒരു ഈ പല്ല് ടൈറ്റാണ്, ബാക്കി എല്ലാം ലൂസ്. നമ്മൾ അവിടെ മാത്രമേ ഈ ലൈനറിന് ട്രീറ്റ്മെൻറ്റ് ഉള്ളൂ. അപ്പം നമ്മൾ ആ വീഡിയോ പ്രോപ്പറായിട്ട് കാണണം, പ്രോപ്പറായി കണ്ട് മനസ്സിലാക്കണം. എന്നിട്ടാണ് നമുക്കിത് ഭംഗി ഉണ്ടാവുമോ ഇല്ലേന്ന് കണ്ടുപിടിക്കാൻ പറ്റും. എന്നിട്ട് ഇവര് നമ്മുടെ പല്ലിന്റെ അളവും മറ്റുമൊക്കെ എടുത്ത് ഈ സാധനം പണ്ട് മറ്റേ അച്ചൊക്കെ വെച്ചെടുക്കുമായിരുന്നു. ഇപ്പൊ അതൊന്നുമില്ല, ഇപ്പൊ സ്കാനിങ് ആണ്, ആ ടെക്നോളജി ഒക്കെ മാറി. എന്നിട്ട് ഇവരിത്
അമേരിക്കയിൽ അവർക്ക് കിട്ടും. അവരവിടെ നിന്ന് ഈ സാധനം പ്രൊഡ്യൂസ് ചെയ്തിട്ട് ഒരു വർഷത്തേക്കുള്ള കിറ്റ് മൊത്തം നമുക്ക് അയച്ചു തരും. അങ്ങനല്ലേ? ഡിപ്പെൻഡൻസ് 6 മാസമെങ്കിൽ 6 മാസം അതിന്റെ സാധനം മൊത്തം അയച്ചു തരും. ഇത് നല്ല അടിപൊളി പെട്ടിക്കകത്തിട്ട് നല്ല കുട്ടപ്പനായിട്ട് നല്ല ലുക്കാ എല്ലാം വരും. എല്ലാ സാധനവും നമുക്ക് തരും. എന്നിട്ട് നമുക്ക് അതുകൊണ്ട് വീട്ടിൽ പോകാം. എന്നിട്ട് ശരിക്കും ഈ ഒരു 6 മാസം തന്നു കഴിഞ്ഞാൽ ഈ 6 മാസത്തിനിടയ്ക്ക് ഡോക്ടറെ കാണണമെന്ന് പോലും നിർബന്ധമില്ല. പക്ഷെ പ്രിഫറബിളി ഇടയ്ക്ക് പോയി കാണാം. നാട്ടിലുള്ളവരാണെങ്കിൽ ഒന്ന് വന്ന് കാണാൻ പറയും. പുറത്ത് സുഹൃത്തിനെ പോലെ ട്രാവൽ ചെയ്യുന്നവരാണെങ്കിൽ എന്നെ അപ്ഡേറ്റ് ചെയ്യാൻ പറയും. പക്ഷെ ആ ഒറ്റ പ്രശ്നമുള്ളത് കൃത്യമായിട്ട് ഇടണം, കൃത്യമായിട്ട് മാറണം. ഇല്ലെങ്കിൽ 6 മാസം എന്നുള്ളത് 1 കൊല്ലോ 2 കൊല്ലോ എന്നെ പോലെയൊക്കെ ആവും. അതെ, സുഹൃത്ത് എന്ത് ചോദിച്ചാൽ കുറച്ച് ദിവസം വീട്ടിൽ വെക്കും. അതെ, അല്ല ഞാൻ അങ്ങനെയല്ല. ഞാൻ നമ്മൾ ഈ വാദോരാതെ സംസാരിക്കുന്ന ആളായതുകൊണ്ട് ഇത് ഇട്ട് കഴിഞ്ഞാൽ ചിലപ്പോൾ വളവളയായി പോകും. ചില സമയത്ത് ഇത് ഇട്ട് കഴിഞ്ഞാൽ പ്രോപ്പറായിട്ട് നമ്മുടെ ആ ഒരു അക്ഷര സ്ഫുടതയൊന്നും വരില്ല. അത് ചെറിയൊരു വളരെ മൈൽഡ് ആണത്. പക്ഷെ ഞാൻ ചില സമയത്ത് പേഷ്യൻസിനോട് ഏറ്റവും പറയുന്നത് ഇട്ട ഉടനെ എല്ലാവരും പറയും എനിക്ക് സംസാരിക്കാൻ പറ്റുന്നില്ലല്ലോ. ഈ പറഞ്ഞ പോലെ നമ്മളിങ്ങനെ ട്രാവൽ ചെയ്യുമ്പം ഇടയ്ക്ക് അത് കാണുമ്പോൾ വാങ്ങിച്ചു കഴിക്കും, ഇത് വാങ്ങിച്ചു കഴിക്കും, അതിനിടയ്ക്ക് ഇത് ഊരാനും പിടിക്കാനും. അപ്പം ഞാനും പിന്നെ പകല് മൊത്തം ഇതിടാ, രാത്രി മാത്രം ഇടുന്ന രീതിയിലൊക്കെ ആക്കി. അങ്ങനെ 6 മാസം എന്നുള്ള 1 കൊല്ലത്തേക്ക് ആക്കി. അപ്പം എന്നെ പോലെ മടിയന്മാരായിട്ടുള്ള ആൾക്കാരാണെങ്കിൽ ഇത് കുറച്ചധികം വൈകും, വർക്കാവും, ഇച്ചിരി വൈകും. പിന്നെ പറഞ്ഞാൽ അല്ലെങ്കിൽ പ്രോപ്പറായിട്ട് ഇവര് പറയുന്ന കേട്ട് കഴിഞ്ഞാൽ ഇത് സുഖമായിട്ട് പരിപാടി തീർക്കാൻ പറ്റും. അതാണ് സംഭവം. അപ്പോൾ അങ്ങനെയാണ് ഇതിന്റെ പരിപാടി. അപ്പോൾ ഇത് മൊത്തം അമേരിക്കയിൽ നിന്ന് വരുന്ന പ്രോഡക്ട്സ് ആണ്. ഇൻവിസലൈൻ എന്ന് പറയുന്നത് ഇപ്പോഴും വേൾഡ് റൂൾ ചെയ്യുന്ന ഒരു പ്രോഡക്റ്റ് ആണ്. FDA അപ്രൂവ്ഡ് ആണ്. അവരുടെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അവരുടെ എമൗണ്ട് ഓഫ് കോംപ്ലിക്കേറ്റഡ് കേസസ് വേറെ ഞാൻ ഇതുവരെ. അതേപോലെ തന്നെ കേരളത്തിൽ മാനുഫാക്ചർ ചെയ്യുന്ന ബ്രാൻഡുകൾ വരെ ഉണ്ട്, കമ്പനീസ് ഉണ്ട്. നമുക്ക് എണ്ണി തീരില്ല. എനിക്ക് എല്ലാ കമ്പനിയും അറിയോന്ന് വെച്ചാൽ എനിക്ക് അറിയില്ല. ഇതില് കമ്പനികളെ ആലോചിച്ച് ഒരിക്കലും പേഷ്യൻസ് വറീഡ് ആവരുത്. അത് ഡോക്ടേഴ്സിന്റെ ഹെഡേക്കാ. ഏത് കമ്പനിയാണോ ആ ഡോക്ടറിന് കംഫർട്ടബിൾ ആയിട്ട് റിസൾട്ട്സ് കിട്ടുന്ന വെച്ചാൽ അത് ആ ഡോക്ടർ ചൂസ് ചെയ്യും. നമ്മൾ ചിലപ്പോൾ നിങ്ങൾ ക്ലിനിക് എയിൽ പോകുന്ന കമ്പനി ആവില്ല ക്ലിനിക് ബി യൂസ് ചെയ്യുന്നത്. അപ്പം ദാറ്റ് ഡിപ്പെൻസ് അപ്പോൺ ദ ഡോക്ടർ. നമ്മൾ ലാബുമായിട്ട് നമ്മുടെ കണക്ഷൻ എങ്ങനെയാണോ അതിനനുസരിച്ചാണ് നമ്മൾ അലൈനേഴ്സ് യൂസ് ചെയ്യുന്നത്. പല ക്ലിനിക്കിലും ഇൻഹൗസ് അലൈനേഴ്സ് ഉണ്ട്. അതായത് കമ്പനിയായിട്ട് തുടങ്ങാൻ വെച്ചാൽ ക്ലിനിക്കുകാർക്ക് തുടങ്ങാമല്ലോ, അതിനാണ് ഇൻഹൗസ് അലൈനേഴ്സ് എന്ന് പറയുന്നത്. അപ്പം അങ്ങനെ ഒരു ഓപ്ഷൻസും എല്ലാം ഉണ്ട്. ഇപ്പം അലൈനർ ഏത് വേണം, എങ്ങനത്തെ വേണം, എത്ര കോസ്റ്റ് ആകും, ഇതെല്ലാം പേഷ്യന്റ് ഡിപ്പെൻഡഡ് ആണ്. ഇത് എല്ലാത്തിലും ഉണ്ടല്ലോ. മറ്റേ ആൻജിയോപ്ലാസ്റ്റി ചെയ്യാൻ പോകുമ്പോൾ സ്റ്റെന്റ് ഇടുന്നതിന് വരെ ക്വാളിറ്റി പറയത്തില്ലേ? എല്ലാത്തിനും ഉണ്ട്. ഇത്ര രൂപയുടെ സ്റ്റെന്റ് വേണോ, എത്ര രൂപയുടെ സ്റ്റെന്റ് വേണോ എന്ന് ചോദിക്കത്തില്ലേ? മുട്ട് മാറ്റി വെക്കുമ്പോൾ ടൈറ്റാൻ വേണോ, ക്രോമിയം വേണോ, ഇഷ്ടം ഓപ്ഷൻസ് ഞങ്ങളും കൊടുക്കുന്നുള്ളൂ. അങ്ങനെ എല്ലാത്തിനും ഇതിന് ഓപ്ഷൻസ് ഉണ്ട്. ഇതൊക്കെ എല്ലാം ബിസിനസ് ആണ് അല്ലേ? ബിസിനസ് തീർച്ചയായിട്ടും ബിസിനസ് ഉണ്ട്. കമോൺ, നമുക്ക് ബിസിനസ് ഇല്ലാത്ത ഒരു പ്രൊഫഷനും ഇല്ല. പക്ഷെ നമ്മൾ ഒറ്റ കാര്യം ആലോചിക്കുന്നുണ്ട്. ഞാൻ എൻ്റെ പേഷ്യൻസിനോട് പറയും, ഒരു പേഷ്യന്റ് സ്മൈലിന് വേണ്ടി ഒരു ചെറിയ എമൗണ്ട് ആണെങ്കിലും അവർക്ക് അതേ എമൗണ്ടാണ്. അത്ര പ്രത്യേകിച്ച് എനിക്ക് അഡൽട്ട് പേഷ്യൻസ് വരുമ്പോൾ വർഷങ്ങളായിട്ടുള്ള ആഗ്രഹം, സുഹൃത്ത് പറഞ്ഞ പോലെ കല്യാണ സമയത്ത് ചെയ്യണം എന്ന് വിചാരിച്ചു, കുട്ടികൾ ചെയ്യണം എന്ന് വിചാരിച്ചു, അച്ഛനും അമ്മയും കൊണ്ടുപോയില്ല. കല്യാണ സമയത്ത് ചെയ്യണം എന്ന് വിചാരിച്ചു, അപ്പം അതിനൊരു വകയുണ്ടായിരുന്നില്ല. കല്യാണം കഴിഞ്ഞപ്പോൾ പ്രാരബ്ധമായി, കുട്ടികളായി. ഇപ്പോഴാണ് എനിക്കൊന്ന് ഫ്രീ ആയത് ഡോക്ടറെ, എനിക്ക് ഇനിയെങ്കിലും. അപ്പോൾ അവരത്രയും ആഗ്രഹിച്ചാണ് വരുന്നത്. നമ്മളിതിൽ എമൗണ്ട് എടുക്കുമ്പോൾ അത്രയും പെർഫെക്റ്റ് റിസൾട്ട്സ് നമുക്ക് കൊടുക്കണം. ആ ഒരു സോഷ്യൽ റെസ്പോൺസിബിലിറ്റി ഡോക്ടേഴ്സിനുണ്ട്. ഇല്ലെങ്കിൽ അതൊരു സങ്കടമുള്ളൊരു കാര്യമാണല്ലോ, അത് പ്രോപ്പറായിട്ട് വർക്കാവില്ല. അപ്പം നമ്മൾ അത്രയും എഫേർട്ട് എടുത്തിട്ട് തന്നെയാണ് ഈ അലൈനർ ട്രീറ്റ്മെൻറ്റ് ചെയ്യുന്നത്. ഞാൻ അതുകൊണ്ടാണ് നേരത്തെ പറഞ്ഞത്, ഏത് കമ്പനി ഏത് ഡോക്ടറിന് ഫിക്സ് ആകും എന്നുള്ളത് ഡോക്ടറിൻ്റെ പേഴ്സണൽ ചോയ്സുകളാണ്. അപ്പം നമുക്ക് കറക്റ്റായിട്ടൊരു ട്രീറ്റ്മെൻറ്റ് കിട്ടുന്ന കമ്പനിയിലേക്കാണ് അത് കംഫർട്ടാണ്, വേറൊന്നുമല്ല. അപ്പോൾ നമ്മളങ്ങനെ ഈ പറഞ്ഞ പോലെ അലൈനേഴ്സ് അല്ലെങ്കിൽ ബ്രേസസ് ഒക്കെ ഇട്ട് നമ്മൾ പല്ലൊക്കെ കറക്റ്റ് ചെയ്തു, നമ്മുടെ പരിപാടികളെല്ലാം കഴിഞ്ഞില്ല. ഇപ്പം എന്നെ പോലെ ചില കേസുകളിൽ അഡീഷണൽ വർക്കുകൾ വേണ്ടി വരുമല്ലോ. ഇപ്പം നമുക്ക് പറഞ്ഞില്ല അവസാനം നമുക്ക് പല്ല് ഇനി ഒരു ശകലം കൂടെ ഒന്ന് തിരിഞ്ഞ് ഇച്ചിരി റൂട്ട് കനാലൊക്കെ ചെയ്ത് എന്തൊക്കെയോ ഒട്ടിച്ച് വെക്കണം, പിടിച്ച് വെക്കണം എന്നൊക്കെ പറയുന്നുണ്ട്. അത് അങ്ങനെയുള്ള പരിപാടികൾ എന്താണ്? റിപ്പയർ പാച്ച് വർക്കാണോ? സ്മൈൽ ഡിസൈൻ എന്ന് വരുമ്പോൾ ഇതൊരു ഭയങ്കര എക്സൈറ്റിംഗ് ആയ ഒരു ഏരിയ ആണ് എനിക്ക്. സ്മൈൽ എന്ന് പറയുമ്പോൾ ഭംഗീനെ ചിന്തിക്കുന്ന ഒരു ആസ്പെക്റ്റാണ്. സുജിത്തിന് ഭംഗിയായി തോന്നുന്നതാവില്ല എനിക്ക് ഭംഗിയായി തോന്നുന്നത്. അപ്പോൾ പേഷ്യൻസ് വന്നിട്ട് ഒറ്റ കാര്യമേ പറയുള്ളൂ, ഡോക്ടറെ എൻ്റെ സ്മൈൽ ശരിയാക്കണം. എങ്ങനെ, എന്തുകൊണ്ടാണ് നിങ്ങൾക്ക് നിങ്ങളുടെ സ്മൈൽ ഇഷ്ടമല്ലാത്തത് എന്നുള്ളതിന് അവർക്കും ഒരു ഐഡിയ ഇല്ല. കാരണം തുടങ്ങുമ്പോൾ ഇതായിരിക്കും, പല്ല് പൊങ്ങി നിൽക്കുന്നു, പല്ലിൻ്റെ ഇടയിൽ വിടവുണ്ടാകുന്നു, പല്ല് തിരിഞ്ഞും മറിഞ്ഞു ഇരിക്കുന്നു. അപ്പം ഞാൻ ഇതൊക്കെ വൃത്തിയാക്കിയാലും ചില പേഷ്യൻസ് പറയും, ഡോക്ടറെ എന്തോ ഒരു പ്രശ്നമുണ്ട് കേട്ടോ. എന്താ? എൻ്റെ പല്ല് മഞ്ഞിച്ചിരിക്കുന്നു. നാച്ചുറലായിട്ടൊരു യെല്ലോ ഷെയ്ഡുള്ള ടീത്ത് ആയിരിക്കും അത്.
പിന്നെ പറയുന്നത് ഡോക്ടറെ പല്ലിൻ്റെ ഹൈറ്റ് കുറയ്ക്കണം, പല്ലിൻ്റെ വിട്ട് കുറയ്ക്കണം, തടിച്ച പല്ലും എനിക്ക് കൊച്ചു ഫേസ്. അപ്പം അങ്ങനെ കുറേ ഇഷ്യൂസ് ഉണ്ട്. സ്മൈൽ ഡിസൈൻ എന്ന് നമ്മൾ പറയുമ്പോൾ എൻ്റെ ഡിപ്പാർട്ട്മെൻറ്റ് മാത്രമല്ല, പ്രോസ്റ്റഡോണ്ടിക് ഡിപ്പാർട്ട്മെൻറ്റിനെ നമ്മൾ ഇതിൽ ഇൻക്ലൂഡ് ചെയ്യും. വെനിയേഴ്സ് അല്ലെങ്കിൽ ഫുൾ മൗത്ത് റീഹാബിലിറ്റേഷൻ, അങ്ങനെ കുറേ ഓപ്ഷൻസ് ഉണ്ട്. വെനിയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഫേക്ക് നെയിൽസ് വെക്കുന്ന വീഡിയോസൊക്കെ കണ്ടിട്ടുണ്ടാവും. അതുപോലെ ഒരു പരിപാടിയാണ്. നമ്മൾ പല്ലിനെ ജസ്റ്റ് ഇപ്പം 2 വെനിയേഴ്സും ഉണ്ട്, പ്രെപ്ഡ് വെനിയേഴ്സും നോൺ പ്രെപ്ഡ് വെനിയേഴ്സ് ഉണ്ട്. പ്രെപ്പ് എന്ന് പറഞ്ഞാൽ പല്ലിനെ ഒന്ന് ഭിത്തിയിലൊക്കെ സാൻഡ് പേപ്പർ ചെയ്യുന്ന പോലെ ജസ്റ്റ് ഒന്ന് റഫനാക്കും, 0.5 മില്ലിമീറ്റർ ഒക്കെ റഫനാക്കിയിട്ട് ഒരു പെർമനൻറ്റ് പാട പോലെ കോൺടാക്ട് ലെൻസ് പോലെയുള്ള ഒരു സാധനം നമ്മൾ പല്ലിൽ അങ്ങ് ഒട്ടിച്ച് വെക്കും. പൊട്ടിപ്പോത്തില്ല? ഇല്ല. ഒരു വിധം നമ്മൾ അതിന് കെയർ കൊടുത്തു കഴിഞ്ഞാൽ അത് ലൈഫ് ലോങ് സൊല്യൂഷനാണ്. നമ്മൾ കെയർ ഇല്ലാതെ പോയി കരിമ്പൊക്കെ മറ്റേ പഴയ വീക്കോൻ്റെയും കോൾഗേറ്റിൻ്റെ ആഡ് പോലെ കരിമ്പൊന്നും കടിച്ച് കളിക്കാൻ നിൽക്കരുത്. പക്ഷെ അല്ലാത്ത പക്ഷം ദാറ്റ്സ് എ വെരി ലോങ് ടേം സൊല്യൂഷൻ. അപ്പം ഈ വെനിയേഴ്സിൽ നമുക്ക് പല്ലിൻ്റെ കളറ് മാറ്റാം, പല്ലിൻ്റെ സൈസ്, ഷേപ്പ് എല്ലാം മാറ്റാം. ഇതിൻ്റെ എല്ലാ പല്ലിൻ്റെ മേളിൽ ഒട്ടിക്കുമോ? എല്ലാ നമുക്ക് എന്താണോ മാറ്റുന്നത് അതിനനുസരിച്ച് നമ്മൾ അനലൈസ് ചെയ്യും. അതാണ് ചില ആൾക്കാരുടെ പല്ല് വെളുത്തിരിക്കുന്ന കാണുന്നല്ലേ. അത് വൈറ്റനിങ് കൊണ്ട് അല്ലാത്തവരുണ്ട്. വളരെ റെയർ ആയിട്ടാണ് അല്ലാത്ത സിനാരിയോ കാണുന്നത്. ഇതിനൊരു ഹോളിവുഡ് സ്മൈൽ മേക്ക് ഓവർ എന്ന് പറഞ്ഞൊരു പേരും ഇതിന് ഈയിടെയായിട്ട് ട്രെൻഡിങ് ആയിട്ട് വരുന്നുണ്ട്. അപ്പം നമ്മൾ എന്താ ചെയ്യുക, ഒരാൾ ചിരിക്കുമ്പോൾ എത്ര പല്ല് കാണുന്നോ അത്രയും പല്ലിൻ്റെ മേലെ നമ്മളിത് ഒട്ടിക്കാം. അപ്പം നമുക്ക് കളർ മാറും. ഈ അച്ചടിച്ച് വെച്ച പോലെ പല്ല് കിട്ടും, നമ്മുടെ ഡിസൈൻഡ് സ്മൈൽ കിട്ടും. ആൾക്കാർക്ക് അത് ഭയങ്കര ഇഷ്ടമാണ്. അതും ഒരു കോസ്മെറ്റിക്. ചിലവർ പറയും എനിക്ക് കമ്പി അലൈനർ ഒന്നും ഇടാൻ സമയമില്ല, എനിക്ക് ഇത് മാത്രം മതി. അങ്ങനെ വരുന്ന പേഷ്യൻസും ഉണ്ട് സ്മൈൽ കറക്ഷന്. പോസിബിൾ ആണെങ്കിൽ ചെയ്യും. അവിടെയും വൈറ്റ് കറക്റ്റാണ്. നമ്മൾ നേരത്തെ പറഞ്ഞ ഫങ്ഷണൽ കറക്ഷൻ. ഈ വെനിയർ വെച്ച് കഴിഞ്ഞാൽ പേഷ്യൻ്റെ ഫങ്ഷൻ കറക്റ്റ് ആവില്ലെങ്കിൽ അതൊരിക്കലും നമ്മൾ ചെയ്തു കൊടുക്കില്ല. നമ്മൾ ഫങ്ഷൻ എൻ്റെ അടുത്ത് വന്ന് അലൈനർ ഇട്ടിട്ട് ചെയ്താൽ മതി, ഇല്ലെങ്കിൽ നമ്മൾ ചെയ്തു കൊടുക്കത്തില്ല. ലൈറ്റിൽ പ്രത്യേകിച്ചൊരു ഇതാണ്. കാരണം തെറ്റായ ഒരു മാർഗം നമ്മൾ ഒരിക്കലും സ്വീകരിക്കരുത്. പറ്റില്ലെങ്കിൽ പറ്റില്ല, അത്രയേ ഉള്ളൂ. അപ്പം അങ്ങനെ ഒരു ഓപ്ഷൻ ഉണ്ട്. ഇനി കുറച്ചും കൂടെ ഒരു അഡൽട്ട് വരികയാണ്, നമ്മളൊരു 40s 50s റേഞ്ചിൽ വരികയാണ്. അവർക്ക് ആംഗുലേഷനും പ്രശ്നമല്ല, ഫങ്ഷനും പ്രശ്നമല്ല. ഈ പറഞ്ഞ പോലെ വളരെ ആഗ്രഹിച്ച് വരുന്ന പേഷ്യൻസ് ആണെങ്കിൽ വളരെ റെയർ കേസിൽ നമ്മൾ ഇൻവേസീവായിട്ടൊരു പരിപാടി ചെയ്യും. വേണ്ട പല്ലുകൾക്ക് റൂട്ട് കനാൽ ചെയ്ത് ക്യാപ്പ് ഇട്ട്, വെനിയറിന് പകരം ക്യാപ്പ് ഇടും. വെനിയർ ആകുമ്പോൾ പല്ലിൻ്റെ ഒരു സർഫസിൻ്റെ ഒരു ചെറിയ തരി മാത്രമേ നമ്മൾ ഡിസ്റ്റർബ് ചെയ്യുന്നുള്ളൂ. ക്യാപ്പ് ആകുമ്പോൾ നമ്മൾ റൂട്ട് കനാൽ ചെയ്ത് പല്ലിൻ്റെ എല്ലാ ഭാഗങ്ങളും ട്രിം ചെയ്തിട്ടാണ് സ്മൈൽ ചെയ്യുന്നത്. പക്ഷെ അത് വളരെ റെയർ ആയിട്ടേ നമ്മൾ പേഷ്യൻസിന് ചെയ്യുള്ളൂ. മാക്സിമം ഈ പറയുന്ന പോലെ ബ്രേസസോ അലൈനറോ ആയിട്ട് കറക്റ്റ് ചെയ്തതിന് ശേഷം വെനിയർ വെക്കുന്നതായിരിക്കും നല്ലത് എന്ന് അവരോട് പറയുമ്പോൾ അങ്ങനെ ചെയ്യുന്ന പേഷ്യൻസ് നമുക്ക് ഇഷ്ടം പോലെയുണ്ട്. അപ്പോൾ സ്മൈൽ ഡിസൈൻ എന്ന് പറയുന്നത് ഈ വകുപ്പുകളിലെല്ലാം പോകും. സുജിത്തിൻ്റെ ഒരു ഇഷ്യൂ പോലത്തെ ഒരു കേസസ് എന്ന് പറയുന്നത് മൾട്ടി ഡിസിപ്ലിനറി. നേരത്തെ പറഞ്ഞല്ലോ ലൈറ്റിൽ 15 ഡോക്ടേഴ്സ് എന്തിനാന്നുള്ളത്. മൾട്ടി ഡിസിപ്ലിനറി ആണ്. നമ്മളിപ്പോൾ സ്മൈൽ ഡിസൈൻ ചെയ്യുമ്പോൾ നമ്മൾ ഇത്രയും കാര്യങ്ങൾ പറഞ്ഞു. ഇനി ഇമ്പോർട്ടൻ്റ് ആയൊരു സാധനമുണ്ട്, നമ്മുടെ മോണ. ഗംസിനൊരു പ്രത്യേക ഷേപ്പ് ഉണ്ട്, പ്രത്യേകിച്ച് ഫ്രണ്ടിൽ 6 പല്ലുകൾക്ക്. ആ ഷേപ്പ് പ്രോപ്പർ അല്ലെങ്കിൽ എത്ര ഞാൻ കറക്റ്റ് ചെയ്താലും ചിലപ്പോൾ ആ ഒരു 100% ബ്യൂട്ടി കിട്ടില്ല. ജെനത്ത് എന്നാ പറയുക. നമ്മൾ ജിഞ്ചൈവെക്ടമി ലേസർ വെച്ചിട്ട് ഗംസിനെ ഒന്ന് റീഷേപ്പ് ചെയ്തെടുക്കുന്ന പരിപാടിയുണ്ട്. അതും കൂടെ ആകുമ്പോഴേക്കും ഭയങ്കര ചേഞ്ച് വരും പേഷ്യൻറ്റ്. ചിലപ്പോൾ വെനിയർ വെക്കേണ്ട, ജെനത്ത് കറക്ഷൻ ചെയ്യുമ്പോഴേക്കും പേഷ്യൻ്റിന് ഒരു ഡിഫറൻസ് വരും. അത് നമ്മൾ ഓരോ പേഷ്യൻ്റെ കൂടെ ഇരുന്ന് അവരെന്താ ആഗ്രഹിക്കുന്നതെന്ന് മനസ്സിലാക്കിയിട്ട് വേണം പ്ലാൻ ചെയ്യാനായിട്ട്. അപ്പം അതേപോലെ തന്നെ ഇപ്പം നമ്മൾ കമ്പി ഇടുന്ന കുട്ടികളിൽ ഏറ്റവും വലിയ കാണുന്നതെന്ന് വെച്ചാൽ ബ്രഷ് ചെയ്യാൻ മടി ഇഷ്ടം പോലെ കാണുന്നുണ്ട്. കുട്ടികളെ മാത്രം കുറ്റം പറയാൻ പറ്റില്ല, അവർക്ക് വരുന്ന വർക്ക് ലോഡ് അങ്ങനെയാണ്. സ്കൂൾ കഴിഞ്ഞ ട്യൂഷൻ, ബാഡ്മിൻ്റൺ പ്രാക്ടീസ്, മറ്റേ പ്രാക്ടീസ്, ഈ പ്രാക്ടീസ്, ഡാൻസ്, അത് ഇത്. അവർ വൈകുന്നേരം ആകുമ്പോഴേക്കും തളർന്നു പോകും. രാവിലെയാണെങ്കിൽ 5 മണി 6 മണിക്ക് എണീക്കുകയും വേണം. സ്കൂളൊക്കെ ഇപ്പോൾ നേരത്തെ തുടങ്ങും. അപ്പം അങ്ങനെയുള്ളപ്പോൾ ഇവർ രാത്രി ഒരു ഓടിച്ചിട്ടുള്ള ബ്രഷിങ് ഉണ്ടാവും, ഇല്ലെങ്കിൽ ബ്രഷിങ് ഉണ്ടാവില്ല. അങ്ങനെ കേസിൽ നമ്മുടെ മോണയിലോട്ട് അഴുക്കിയിരുന്ന് കാൽക്കുലസ് ഫോർമേഷനായി ഓൾറെഡി ഞാൻ പല്ലിന് നല്ല ഫോഴ്സ് കൊടുത്തുകൊണ്ടിരിക്കുക ഇവിടെ അനങ്ങാനായിട്ട്. അതിൻ്റെ ഇടയ്ക്ക് ബേസ്മെൻറ്റിന് വീക്ക്നെസ്സും കൂടെ വന്നു കഴിഞ്ഞാൽ അവർക്കത് റിവേഴ്സായിട്ട് എഫക്റ്റ് ചെയ്യും. അപ്പം നമ്മൾ പെരിയോഡോണ്ടിസ്റ്റ് അല്ലെങ്കിൽ മോണരോധ വിദഗ്ധനെ കൊണ്ടുവരും. അങ്ങനെ എല്ലാ ഡിപ്പാർട്ട്മെൻറ്റിനും ഓരോ ഉപയോഗങ്ങളുണ്ട്. സ്മൈൽ ചെയ്യുമ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഫങ്ഷൻ കറക്റ്റ് ചെയ്യുമ്പോൾ, ഫുള്ളായി കറക്റ്റ് ചെയ്യുമ്പോൾ എല്ലാം ഒരാൾക്ക് മാത്രം ചെയ്യാൻ പറ്റുന്ന കാര്യമല്ല. അപ്പം നമ്മൾ മൾട്ടി ഡിസിപ്ലിനറി അപ്രോച്ചസുകൾ കൊണ്ടുവരും. ഒരുവിധം കേസസിൽ നമുക്കൊരു 70-80% കേസസിൽ ആദ്യമേ പറയാൻ പറ്റും ഇതിനൊക്കെ സാധ്യതയുണ്ട്. നമുക്ക് പോകുന്നവരെ പോയിട്ട് നമുക്ക് ഡിസൈഡ് ചെയ്യാം വേണോ വേണ്ടിയോ, നിങ്ങളുടെ തന്നെ ഒരു ഡിസിഷൻ പോലെ എടുക്കാം.
ചില കേസസിൽ നമുക്ക് പറയാൻ പറ്റില്ല, ഹ്യൂമൻ ബോഡി അല്ലേ, എങ്ങനെ റിയാക്ട് ചെയ്യുമെന്ന് നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യുന്നതിൽ ഒരു ലിമിറ്റ് ഉണ്ട്. അപ്പോൾ ചില കേസസിൽ നമുക്ക് ലാസ്റ്റ് മൂമെൻ്റ് ആയിരിക്കും. അപ്പോൾ അല്ല ഡോക്ടർ ഇത് ആദ്യമേ പറഞ്ഞില്ലല്ലോ പറഞ്ഞാൽ നമുക്ക് ആർക്കും പറയാൻ പറ്റാത്തൊരു കാര്യമാണത്. ആ ഒരു രീതിക്കും നമുക്ക് മൾട്ടി ഡിസിപ്ലിനറി അപ്രോച്ചസ്, അതായത് പല ഡിപ്പാർട്ട്മെൻറ്റിലെ ഡോക്ടേഴ്സ്, നേരത്തെ പറഞ്ഞ ഏതൊരു ഡോക്ടറിനെ വേണമെങ്കിലും കൊണ്ടുവരാം. ഇനി ഒരു എക്സാമ്പിൾ കൂടെ പറയാം. കുഞ്ഞിലെയുള്ള പേഷ്യൻസിനെ, ഈ ജോയിൻ്റെ കാര്യമല്ലോ, സ്റ്റാർട്ട് ചെയ്യുന്നത് പീഡോഡോണ്ടിസ്റ്റാണ്. അവർ ഈ ഹാബിറ്റ് മാറ്റിയിട്ട് എൻ്റെ കയ്യിൽ തരും, ബാക്കി ചെയ്യേണ്ടത് ഞാനാ. എൻ്റെ കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ റിട്ടൻഷൻ, നമുക്ക് റിട്ടൻഷനെ കുറിച്ച് പറയാം. റിട്ടൻഷൻ വരും, അതോടുകൂടി തീരും. അപ്പോൾ എങ്ങനെ പോയാലും ഒരു സ്മൈൽ കറക്ഷൻ നിങ്ങൾ വിചാരിക്കുന്ന പോലെ ഒരാൾ തീർക്കേണ്ട ഒരു കാര്യമല്ല. ഓക്കെ, അപ്പോൾ നമ്മൾ ഇതെല്ലാം ചെയ്തു, നമ്മൾ പല്ലൊക്കെ കറക്റ്റ് ചെയ്തു, കമ്പിയൊക്കെ ഇട്ടും എല്ലാ പരിപാടിയും ചെയ്തു. ഈ റിട്ടൻഷൻ എന്ന് പറഞ്ഞൊരു സംഭവം ഇല്ലേ, അതിനെക്കുറിച്ചുകൂടെ പറഞ്ഞോ. ഓക്കെ, റിട്ടൻഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ വാഴയ്ക്ക് മുട്ട് കൊടുക്കുന്ന പോലത്തെ ഒരു പരിപാടിയാണ്. ഞാൻ എൻ്റെ പേഷ്യനോട് എക്സാക്ട്ലി ഇത് തന്നെയാണ് പറയാം. നമ്മൾ പല്ലൊക്കെ വളരെ ഭംഗിയാക്കി ഒരു പൊസിഷനിലെത്തി. ഇനി പല്ലിരിക്കുന്ന എന്തിലാ? എല്ലിലാണ് ഇരിക്കുന്നത്. ഈ പല്ല് അനങ്ങുമ്പോൾ ആ എല്ലിനെ ഒന്ന് സോഫ്റ്റ് ആക്കും. അത് അവിടുത്തെ കെമിക്കൽ ബയോളജിക്കൽ റിയാക്ഷൻസ് കാരണം സോഫ്റ്റായിട്ടാണ് പല്ലുകൾ അനങ്ങുന്നത്. പല്ലുകൾ അനങ്ങി ഞാൻ ഈ പൊസിഷനിലോട്ട് ആ പൊസിഷനിൽ പല്ലെത്തിച്ചു. അവിടെ ബോൺ ഫോമായി വരുന്നേ ഉള്ളൂ, ആ ബോൺ കാൽസിഫൈഡ് ആകുന്നേ ഉള്ളൂ. അപ്പോൾ ബോൺ സോഫ്റ്റാണ്. ഞാൻ കമ്പി ഊരിക്കഴിഞ്ഞാൽ പല്ലിന് എവിടെ നിൽക്കണം എന്നറിയാതെ സോഫ്റ്റ് ബോണിൽ ബലം ഉറച്ചല്ല നിൽക്കുന്നത്. അങ്ങോട്ടോ ഇങ്ങോട്ടോ എങ്ങോട്ട് വേണമെങ്കിലും ആ പല്ലിന് ചാഞ്ഞ് വീഴാനുള്ളൊരു ടെൻഡൻസി ഉണ്ടാകും. ആ ടെൻഡൻസിക്ക് അങ്ങനെ ചാഞ്ഞ് നിൽക്കുന്ന പല്ലിന് ഒരു മുട്ട് കൊടുക്കുന്ന പോലെ, അല്ലെങ്കിൽ ഞാൻ ഫിനിഷ് ചെയ്ത പൊസിഷനിൽ നിർത്താൻ ഉപയോഗിക്കുന്ന ഒരു സാധനത്തിനെയാണ് റീറ്റെയിനേഴ്സ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ റിട്ടൻഷൻ പ്രോട്ടോക്കോൾ. നമ്മൾ ചെയ്യുന്ന 1.5 കൊല്ലം ട്രീറ്റ്മെൻറ്റിൽ ഒന്നുമല്ല കാര്യമായിരിക്കുന്നത് റിട്ടൻഷനില്ല. ഇന്ന് നേരത്തെ അലൈനർ പറഞ്ഞ പോലെ വീട്ടിലിരുന്നാൽ കാര്യം നടക്കില്ല, വായിക്കാതെ തന്നെ വേണം. റിട്ടൻഷനിലും പെർമനൻറ്റ് റീറ്റെയിനേഴ്സും ടെമ്പററി റീറ്റെയിനേഴ്സും ഉണ്ട്. ഇത് ഓരോ ഡോക്ടേഴ്സ് ഓരോ പ്രോട്ടോക്കോളാണ് ഫോളോ ചെയ്യുക, അത് ഓരോ പേഷ്യൻസിനനുസരിച്ചിരിക്കും. എല്ലാവർക്കും പെർമനൻറ്റ് റീറ്റെയിനേഴ്സ് ഇടണം എന്നൊരു നിർബന്ധവും ഇല്ല. എല്ലാവർക്കും ഇടേണ്ടതായ കേസുകളും നമുക്കുണ്ട്, നിർബന്ധമായും ഇടേണ്ടതായ കേസുകളും ഉണ്ട്. പക്ഷേ പെർമനൻ്റ് ഇട്ടാലും ഇട്ടില്ലേലും നമ്മൾ ടെമ്പററി റീറ്റെയിനേഴ്സ് മേലത്തെയും താഴത്തെയും പല്ലുകളിൽ ഇടുന്നത് ഒരു നല്ലതായിരിക്കും. നമ്മൾ നമ്മുടെ 1.5 കൊല്ലത്തെ ജീവിതം, കഴിക്കേണ്ട ഫുഡുകൾ, കഷ്ടപ്പാട്, വേദന, ഇതൊക്കെ അനുഭവിച്ചിട്ടാണല്ലോ ചെയ്യുന്നത്. അപ്പോൾ അത്രയും കഷ്ടപ്പെട്ട് ചെയ്ത് കിട്ടുന്ന റിസൾട്ട് ഒരു മടി കാരണം ഇല്ലാതാക്കുക എന്ന് പറയുന്നത് ഒരു സങ്കടമുള്ള കാര്യമല്ലേ. അപ്പോൾ റിട്ടൻഷൻ എന്ന് പറയുന്നത് നിങ്ങളുടെ ഡോക്ടർ എന്ത് പ്രോട്ടോക്കോളാണോ ഫോളോ ചെയ്യുന്നത് ആ പ്രോട്ടോക്കോൾ നിങ്ങൾ ചെയ്തേ പറ്റുള്ളൂ. അതല്ലാതെ വേറെ ഒരു പ്രോട്ടോക്കോളും ഡോക്ടറെ അത് ഇടാൻ ബുദ്ധിമുട്ടാണ്, എനിക്ക് സംസാരിക്കാൻ പറ്റില്ല, അങ്ങനെയാണെങ്കിൽ നമുക്കിപ്പോൾ ട്രാൻസ്പെറൻറ്റ് റീറ്റെയിനേഴ്സ് ഉണ്ട്, അലൈനേഴ്സ് പോലത്തെ റീറ്റെയിനേഴ്സ് അവൈലബിൾ ആണ്, അതിട്ടാൽ മതി. ഈ കുട്ടികളിലാണെങ്കിൽ ഒരു ഗ്രോത്ത് കഴിയുന്നവരെ ഇടുക എന്ന് പറയുന്നത് ഒരു ഐഡിയൽ കാര്യമാണ്. അത്രയൊന്നും ഇട്ടില്ലെങ്കിലും പറ്റുന്നത്ര നിങ്ങളുടെ ഡോക്ടർ പറയുന്ന ടൈം പീരീഡ് നിങ്ങൾ ഇട്ടേ പറ്റുള്ളൂ. അപ്പോൾ നെക്സ്റ്റ് പ്രശ്നം വരുന്നത്, എൻ്റെ ഡോക്ടർ 1 ഇയർ, ഫോർ എക്സാമ്പിൾ 1 ഇയർ ആണ് ഇടാൻ പറഞ്ഞത്, ഞാൻ 1 ഇയർ ഇട്ടു. അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ ഒരു 7-8 വർഷമായി എൻ്റെ ഗ്യാപ്പുകളൊക്കെ പിന്നെയും തുറന്നു വരുന്നു, അല്ലെങ്കിൽ എനിക്ക് പല്ലുകളൊക്കെ പിന്നെയും പൊങ്ങി വരുന്ന പോലെ ഉണ്ടാവും. നമ്മളെന്തായാലും മോണേനെ റീപൊസിഷൻ ചെയ്യണം. അപ്പോൾ ഒരു 100% അത് അവിടെ തന്നെ നിൽക്കണം. എഗെയിൻ ഹ്യൂമൻ ബയോളജി നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല, മാക്സിമം കേസസിൽ അതവിടെ നിൽക്കും. ഒന്നെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പോകാൻ ചാൻസ് ഉണ്ട്. 1. 2, കഴിഞ്ഞ 7 വർഷമായിട്ട് നമ്മുടെ മോണയുടെ ഹെൽത്ത്, പല്ലിൻ്റെ ഹെൽത്ത്, ക്യാവിറ്റി ഉണ്ടോ, ഇതൊക്കെ നിങ്ങൾ ചെക്ക് ചെയ്യുന്നുണ്ടോ എന്നും കൂടെ നമ്മൾ നോക്കണം. പെർഫെക്റ്റായിട്ട് നമ്മൾ എപ്പോഴും, കുട്ടികൾക്ക് മാത്രമല്ല നമുക്കും വൺസ് ഇൻ എ ഇയർ ഡെൻറ്റിസ്റ്റ് വിസിറ്റ് മസ്റ്റാണ്. ഇപ്പം സുജിത്ത് ഇത്രയും ട്രാവൽ ചെയ്യുന്ന, അപ്പോൾ ഇൻ്റർനാഷണൽ പേഷ്യൻസിനെയൊക്കെ കണ്ടു കഴിഞ്ഞാൽ അവർക്ക് ഹെൽത്തിനായിട്ട് അവരൊരു കുറച്ച് ദിവസങ്ങൾ മാറ്റിവെക്കും ഇയർലി. ഫുൾ ജനറൽ ഹെൽത്ത്, ഡെൻറ്റൽ വിസിറ്റ്സ്, അതെല്ലാം സ്കെഡ്യൂൾഡാണ്. മാസങ്ങൾക്കോ വർഷങ്ങൾക്ക് വേണ്ടി അത് സ്കെഡ്യൂൾഡാണ്. ചിലവർ 6 മന്ത്സിൽ പോകുന്നവരായിരിക്കും, ചിലവർ 1 ഇയറിൽ പോകുന്നതായിരിക്കും. അതേപോലത്തെ ഒരു സിസ്റ്റം നമ്മളും കൊണ്ടുവരേണ്ട ഒരു ആവശ്യം ഉണ്ട്. അങ്ങനെയൊക്കെ ആണെങ്കിൽ നമുക്ക് ഈ റിസൾട്ട്സ് വളരെ കാലം മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റും. നമ്മൾ റീറ്റെയിനർ ഇട്ടില്ല എന്നാണെങ്കിൽ കുറേ പേര് വിചാരിക്കും പഴയ പോലെ ആവും, അത്രയല്ലേ ഉള്ളൂ എന്ന് വിചാരിക്കും. പഴയ പോലെ ആവണം എന്നൊരു നിർബന്ധമില്ല, അതിലും മോശമാവാനും നല്ല രീതിക്ക് സാധ്യതകളുണ്ട്. അപ്പം നമ്മളാണ് അത് സൂക്ഷിക്കേണ്ടത്. ഒറ്റ കാര്യം ആലോചിക്കുക, മൊത്തം കഷ്ടപ്പാട് അനുഭവിച്ചത് നമ്മളാണ്. അപ്പം നമുക്ക് വേണ്ടി ഒരു റീറ്റെയിനറും കൂടെ ഇട്ടൂടെ.
ഡോക്ടർക്ക് വേണ്ടിയല്ല, സ്വന്തമായിട്ട് വേണ്ടി എല്ലാവരും അത് ചെയ്യേണ്ടത് നിർബന്ധമാണ്. സുജിത്തിനും റീറ്റെയിനർ ഉണ്ട്, കഴിയട്ടെ. സുജിത്തിന്റെ ലോറൊക്കെ സെറ്റായി. ഞാനിനി പോയി റൂട്ട് കനാലും ബാക്കി വിനീറും പരിപാടികളൊക്കെ ചെയ്യാനുണ്ട്. അതുകൂടെ ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് ബിഫോർ ആൻഡ് ആഫ്റ്റർ എന്നും പറഞ്ഞോണ്ട് പണ്ടെടുത്ത ഫോട്ടോ എന്തെങ്കിലും ഉണ്ട്. ബിഫോർ ആൻഡ് ആഫ്റ്റർ എന്നും പറഞ്ഞുകൊണ്ട് ആ ഫോട്ടോ ഫേസും ഉണ്ട്, നടുവിലൊരു ഫോട്ടോ, രണ്ടാമത്തെ സ്കാൻ കഴിഞ്ഞപ്പോൾ നമ്മളെടുത്ത ഫോട്ടോസ്. അപ്പൊ അങ്ങനത്തെ പരിപാടികളൊക്കെ ഉണ്ട്. അപ്പൊ ഇത്രയും ഒക്കെ ആണോ നമ്മുടെ സ്മൈൽ കറക്ഷനിൽ വരുന്നത്? ഇനി ഇതിനപ്പുറത്തേക്ക് എന്തെങ്കിലും ഉണ്ടോ? ബേസിക്കലി സ്മൈൽ കറക്ഷൻ എന്ത് തന്നെയായാലും, ഇപ്പോൾ ബ്രേസസ് ആയാലും മെലൈനാസ് ആയാലും വെനിയർ ആയാലും, നേരത്തെ റിട്ടൻഷൻ പ്രോട്ടോക്കോൾ പറഞ്ഞ പോലെ മെയിൻ്റനൻസ് അതൊരു ഭയങ്കര ഇമ്പോർട്ടൻറ്റ് ഫാക്ടറാണ്. നമ്മൾ ആദ്യത്തെ കുറച്ച് ദിവസം ഭയങ്കര മെയിൻ്റനൻസ് ആയിരിക്കും, പെട്ടെന്ന് കിട്ടിയതിൻ്റെ ഒരു ആ മെയിൻ്റനൻസ് വർഷങ്ങളോളം പോകണം, അത് ലൈഫ് സ്റ്റൈൽ ആക്കണം. അതുകൊണ്ടാണ് ഞാൻ വേറെ കാര്യം, കൊച്ചു കുഞ്ഞിനെ 6 മാസം തൊട്ടേ ഗംസ് വൈപ്പ് ചെയ്ത് കൊടുക്കുന്നത് അവരിൽ നമ്മളൊരു ഹാബിറ്റ് ഇൻഡ്യൂസ് ചെയ്യാണ്. മോസ്റ്റ്ലി നെക്സ്റ്റ് ജനറേഷൻ പിള്ളേരോട് രണ്ടു നേരം ബ്രഷ് ചെയ്യാൻ പറയേണ്ട ഒരു ആവശ്യം വരില്ല, കാരണം നമ്മൾ അവരെ ഫോഴ്സ് ചെയ്ത് വീട്ടിൽ നിന്ന് തന്നെ പാരൻസ് ചെയ്യിപ്പിക്കുന്നുണ്ട്. സോ വിച്ച് ഇസ് ബിക്കമിങ് എ ഹാബിറ്റ്. സോ ഹാബിറ്റ്, ഗുഡ് ഡെന്റൽ ഹാബിറ്റ്സ് ഡെവലപ്പ് ചെയ്യുക. ഇപ്പോൾ കുട്ടികളോടായാലും അഡൽസിനോടായാലും, എനിക്കൊന്ന് കുട്ടികളോട് പറയാം എളുപ്പമാണ്, അഡൽസിനോട് മധുരം കഴിക്കരുതെന്ന് പറഞ്ഞാൽ ഡയബറ്റിക് ഉള്ളവർ എടുത്ത് കഴിക്കുന്നവരാണ്. നമ്മൾ കഴിക്കുന്നേ കുഴപ്പമില്ല, എന്ത് കഴിച്ചാലും എന്ത് കുടിച്ചാലും ഇമീഡിയറ്റ് ആയിട്ട് ഇച്ചിരി വെള്ളം കുടിച്ചിറക്കേ അല്ലെങ്കിൽ ഒന്ന് വാ കഴുകി വിടേ, സിമ്പിളായ കാര്യങ്ങളാണ് ഇതൊക്കെ. ഒരു ബേസിക് ഹൈജീനായിട്ട് നമുക്ക് കയ്യിലെടുക്കാവുന്ന ഒരു കാര്യങ്ങളാണ്. ഇതൊക്കെ ഫോളോ ചെയ്യുക. വർഷത്തിലൊരിക്കൽ ഡോക്ടറിനെ കാണുക. സ്മൈലിൻ്റെ ആണെങ്കിൽ നിങ്ങൾ പ്രോസ്തറ്റിക് സ്മൈൽസ് ആണ്, അതായത് ഹോളിവുഡ് മേക്കോവറോ വെനിയറോ ക്രൗണോ ഒക്കെ ആണെങ്കിൽ ഫ്ലോസ് ചെയ്യുന്നതും നിർബന്ധമായി പറയും. ചില ബെൻഡിങ് ബൈറ്റ്സ്, അതായത് ഇങ്ങനെ കടിച്ച് വലിക്കുന്ന കാര്യങ്ങളൊക്കെ ഒന്ന് കൺട്രോൾ ചെയ്യാൻ പറയും. അപ്പോൾ അതൊക്കെ ഫോളോ ചെയ്യുക. നിങ്ങൾക്ക് പല്ല് കടിക്കും കുറേ പേര് രാത്രി സ്ട്രെസ്സ് കൂടുമ്പോൾ, ഹാബിച്വലായി നല്ല ഇറുമ്മി കടിക്കും, സൗണ്ട് നമുക്ക് പുറത്ത് കേൾക്കുക. അങ്ങനെ ആരെങ്കിലും പറഞ്ഞാൽ ഇമീഡിയറ്റ് ആയിട്ട് നിങ്ങളുടെ ഡെൻറ്റിസ്റ്റിനെ കാണുക, നൈറ്റ് ഗാർഡ്സ് യൂസ് ചെയ്യുക, അങ്ങനത്തെ കുറേ കാര്യങ്ങളുണ്ട്. അപ്പം ഇതിപ്പോൾ എല്ലാവർക്കും എല്ലാം വരണമെന്നില്ല, എല്ലാവർക്കും കോമ്പിനേഷൻസ് വരാം. അപ്പം നിങ്ങൾ ഏറ്റവും നല്ലത് അയാൾക്കുണ്ട് എനിക്കില്ല, എനിക്കുണ്ട് അയാൾക്കില്ല, അങ്ങനത്തെ കോംപ്ലിക്കേഷൻസ് ഒന്നും വേണ്ട. നിങ്ങൾ നിങ്ങളുടെ ഡെൻറ്റിസ്റ്റിനെ കാണുക, ഡോക്ടേഴ്സ് എന്ത് പറയുന്നോ നിങ്ങൾക്ക് സെൻസിബിളായി തോന്നുന്നു ചെയ്യുക, സെൻസിബിളായി തോന്നുന്നില്ലെങ്കിൽ ക്വസ്റ്റ്യൻ ചെയ്യാം നിങ്ങൾ. അപ്പം ഞങ്ങൾ അതിന് ഉത്തരം പറയാനാണല്ലോ ഇരിക്കുന്നത്. അപ്പം ചോദിക്കുക. ഈ ചില ആളുകൾക്ക് നമ്മൾ കണ്ടിട്ടുണ്ടാവും ഈ മുറിപ്പല്ലുകൾ, അതായത് പകുതി ഒടിഞ്ഞ പല്ലുകൾ, അങ്ങനെയുള്ള സംഭവങ്ങൾ കണ്ടിട്ടുണ്ട്. പ്രത്യേകിച്ച് ഈ ആക്സിഡന്റ് ആയിട്ടോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ സംഭവിച്ചിട്ടായിരിക്കും അങ്ങനെയുള്ള ആൾക്കാർക്ക് എന്താണ് നിങ്ങൾ ട്രീറ്റ്മെന്റ് ചെയ്യുന്നത്? സോ ബേസിക്കലി ഫ്രണ്ടിലെ പല്ലുകളാണ് മിക്കവാറും കുഞ്ഞിലേ തൊട്ടുണ്ടാവും. ഡോക്ടറെ ഞാൻ കൊച്ചിലൊന്ന് ഓടിയതാ, വീണു, പല്ലൊടിഞ്ഞു. അപ്പോൾ പല്ല് ഒടിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇമ്മീഡിയറ്റ് ആയിട്ട് നമ്മൾ കുറച്ച് ദിവസം ആ പല്ലിനെ ഒന്നും തൊടണ്ട എന്നാണ് പറയുക. ആ പല്ലിനൊരു ഇടി കിട്ടിയിട്ടുണ്ട്, ട്രോമ കിട്ടിയിട്ടുണ്ട്, ആദ്യം അത് ഹീലാവട്ടെ, അതിൻ്റെ വേദനയും മോണയ്ക്ക് ചുറ്റുമുള്ള പ്രശ്നങ്ങൾ ഹീലാവട്ടെ. നമ്മളിപ്പോൾ കുഞ്ഞുങ്ങളായാലും അഡൽട്ടായാലും ഫസ്റ്റ് ഒരു എക്സ്റേ എടുത്ത് നോക്കും, ഫ്രാക്ചറും കാര്യങ്ങളും എല്ലിനൊന്നും പ്രശ്നമില്ലല്ലോ എന്ന് ഉറപ്പ് വരുത്തും. അത് കഴിഞ്ഞിട്ടേ പല്ലിൻ്റെ കാര്യത്തിലോട്ട് വരുള്ളൂ. നമ്മൾ ഏത് ലെവലിലാണോ പല്ല് പൊട്ടിയത് അതിനനുസരിച്ചായിരിക്കും. ഈ ചിലർക്ക് ഈ കടിച്ച് പല്ലിൻ്റെ ടിപ്പ് മാത്രം ഇങ്ങനെ തേഞ്ഞു പൊട്ടും. അതിന് നമുക്ക് പ്രത്യേകിച്ച് ഒന്നും ചെയ്യാനില്ല. ഒരു ഫില്ലിംഗ് മെറ്റീരിയൽ വെച്ചാൽ ആ മെറ്റീരിയൽ അവിടെ നിൽക്കാൻ പോകുന്നില്ല. അല്ല, വിസിബിൾ ആയിട്ടൊരു വെട്ടാണ്, എന്നാൽ നമ്മുടെ പല്ലിൻ്റെ പൾപ്പിലോട്ടോ ഒന്നും എത്തിയിട്ടില്ല എന്നാണെങ്കിൽ നേരത്തെ പറഞ്ഞ പോലെ ഒന്നുകിൽ നമുക്ക് ഫില്ലിംഗ് മെറ്റീരിയൽ വെച്ചോ അല്ലെങ്കിൽ വെനിയർ വെച്ചോ കവർ ചെയ്യാം. ഫില്ലിംഗ് മെറ്റീരിയൽ വെച്ച് കവർ ചെയ്യുമ്പോൾ ഒരു ബുദ്ധിമുട്ട് എന്താ വെച്ചാൽ, ഇതൊരു സിമെൻറ്റ് പോലത്തെ സാധനം, നമ്മൾ പല്ലടയ്ക്കുന്ന അതേ സിമെൻറ്റാണ്. അപ്പോൾ ആ സിമെൻറ്റിന് മഞ്ഞപ്പൊടിയൊക്കെ വെച്ച് കഴിക്കുമ്പോൾ കുറച്ച് കാലത്തിനുള്ളിൽ അതിനൊരു കളറുമാറ്റം സംഭവിക്കും. കളറുമാറ്റം സംഭവിച്ചു കഴിഞ്ഞാൽ അതൊരു വൃത്തികേടായിട്ട്, അതൊരു ഫില്ലിംഗ് ആയിട്ട് തന്നെ ആൾക്കാർക്ക് അറിയാൻ പറ്റും. നമുക്കിപ്പം എസ്തെറ്റിക് ഡെൻറ്റിസ്ട്രി എത്തിയ ഒരു ലെവലിലെന്ന് പറഞ്ഞാൽ പല്ല് ഏതാ ഫില്ലിംഗ് ഏതാ എന്ന് തിരിച്ചറിയാൻ പറ്റാത്ത അത്രയും കഴിവിൽ നമുക്ക് ഫില്ല് ചെയ്യാൻ പറ്റും. ബയോമിമെറ്റിക്സ് ഉണ്ട്, ആന്റിരിയോകോം, ഇതൊരു ഭയങ്കര ഭംഗിയുള്ളൊരു ഏരിയ ആണ്. എന്താണ് ഒരു പെർമനന്റ് സൊല്യൂഷൻ? വെനിയേഴ്സ് ഒരു പെർമനന്റ് സൊല്യൂഷൻ ആണ്. അല്ലാതെ നിങ്ങൾ ആ പല്ലെടുത്തിട്ട് വേറെ പല്ല് വെക്കുക അങ്ങനെ പരിപാടിയൊന്നുമില്ല. അതാ, ഏത് ലെവലിലാണോ പല്ല് പൊട്ടുന്നത് അതിനനുസരിച്ച്. ഇതിപ്പോൾ മിനിമലാണ്, നമുക്ക് നെക്സ്റ്റ് പല്ലിൻ്റെ വേര് വരെ എത്തി, വേരെന്ന് പറഞ്ഞാൽ പൾപ്പ് വരെ എത്തി എന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ നമുക്ക് റൂട്ട് കനാൽ ചെയ്തൊരു ക്യാപ്പ് ഇട്ടാൽ മതി. ഓക്കെ, ക്യാപ്പ് ഇടുമ്പോഴും വെനിയറും പെർമനന്റ് സൊല്യൂഷൻ. ഇതിലും മേലേക്കാണ് പല്ല് ഒടിഞ്ഞു പോയത്, അതായത് പല്ല് മൊത്തത്തിൽ ഒടിഞ്ഞു പോയി, വേര് മാത്രമേ ഉള്ളെങ്കിൽ നമുക്ക് പല്ലെടുത്ത് അവിടെ ഒരു ഇംപ്ലാന്റ് വെക്കാം. അങ്ങനത്തെ സൊല്യൂഷൻസും ഉണ്ട്. സോ ബേസിക്കലി ഏത് ലെവലിലാണോ പല്ല് പൊട്ടിയത് അതിനനുസരിച്ചുള്ള സൊല്യൂഷൻസ് നമുക്ക് ചെയ്യാം. അപ്പോൾ നമ്മളത് പറഞ്ഞിട്ട് ഇതേ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇപ്പം ഈ പോഡ്കാസ്റ്റ് കേട്ടിട്ട് ഡോക്ടർ അങ്ങനെ പറഞ്ഞു എനിക്കിങ്ങനെ ചെയ്യാം, അങ്ങനെ ഒരിക്കലും ഡിഫറെന്റ്. എവറി ഇൻഡിവിജ്വൽ നമ്മൾ പറയുന്ന പോലെ ഫിംഗർ പ്രിന്റ് പോലെയാണ് ലിപ് പ്രിന്റ്സ് എന്നാ പറയാ. എവറി ഇൻഡിവിജ്വൽ ഹാവ് എ
യുണീക്ക് പ്രിന്റ്. സോ അതുപോലെ തന്നെ ആ പല്ലും യുണീക്ക് ആയിരിക്കും. എനിക്ക് ട്വിൻസ് കുറേ പേര് വരുന്നുണ്ട്, രണ്ടുപേരുടെ പല്ലും ഒരുപോലെയല്ല. അല്ല, ഒരാൾക്ക് ഈ പല്ല ചേരുന്നെങ്കിൽ മറ്റേ മറ്റേ പല്ലായിരിക്കും. അത് അവർ കഴിക്കുന്ന ഫുഡിൻ്റെ ച്യൂയിങ് രീതി തൊട്ടിട്ട് ഇതിൻ്റെ മേക്കിങ്ങിനൊക്കെ വ്യത്യാസം വരും. അപ്പം വളരെ റെയറായിട്ട്, എന്നാലും ഓൾമോസ്റ്റ് സിമിലർ കേസസിനെ നമുക്ക് പറയാൻ പറ്റുള്ളൂ. 100% സിമിലർ കേസസ് എനിക്കിതുവരെ ഉണ്ടായിട്ടില്ല, ഉണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നുമില്ല. അപ്പം എല്ലാവരും അവരവർക്ക് എന്താണോ വേണ്ടത് എന്നുള്ളത് കണ്ടുപിടിക്കുക. പിന്നെ മെയിനായിട്ട് പറയാനുള്ളത് ഗൂഗിൾ, ChatGPT ഈ വക സാധനങ്ങളൊക്കെ ഉണ്ട്. മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താ വെച്ചാൽ, ഞാൻ എൻ്റെ പേഷ്യൻസിനോട് ഗൂഗിൾ ചെയ്യാൻ പറയുന്ന ഒരു ഡോക്ടറാണ്. ചെയ്തിട്ട് നിങ്ങൾ എൻ്റെ അടുത്തോട്ട് വാ, എന്നിട്ട് ഡൗട്ട് ചോദിക്കുക. അല്ലാതെ എന്താ പറയുക, ഡിസിഷനായിട്ട് വരരുത്. ചിലപ്പോൾ നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു ഡിസിഷൻ എനിക്ക് തീർത്തരാൻ പറ്റാത്ത വേറെ കാര്യങ്ങൾ ഉണ്ടാകും. അപ്പം അതുകൊണ്ട് ഡോക്ടറിനെ കണ്ടിട്ട് വേണം എന്തും മുന്നോട്ട് നമ്മൾ പോകാനായിട്ട്. അതാണ് ബേസിക് കാര്യങ്ങളുള്ളത്. അപ്പോൾ നമുക്ക് കുറേ പരിപാടികൾ ഉണ്ട് ഈ പറഞ്ഞ പോലെ സ്മൈൽ കറക്ഷൻ്റെ ഭാഗമായിട്ട്. ഒരു കാര്യം കൂടെ നമുക്ക് നോക്കാം. ഈ സ്മൈൽ കറക്ഷൻ എന്നുള്ളതിലുപരിയായിട്ട് ഈ മാക്സിലോ ഫേഷ്യൽ ഡിപ്പാർട്ട്മെന്റ് നിങ്ങളുടെ അല്ല, അതിനെപ്പറ്റി നമ്മൾ പറഞ്ഞില്ല. അതിനെപ്പറ്റി പറഞ്ഞിട്ട് നമ്മൾ തുടക്കത്തിൽ തന്നെ പോവാം. നമ്മൾ ആദ്യം പറഞ്ഞല്ലോ, ജോ ഡിഫോമിറ്റീസ് കൂടും കൂടും. ഇതിന്റെ പല കോമ്പിനേഷൻസ് ഉണ്ട്. മേലത്തെ ജോ ഒറിജിനൽ പൊസിഷനിലിരിക്കാം, കൂടാം കുറയാം. താഴത്തെ ജോ ഒറിജിനൽ പൊസിഷനിലിരിക്കാം, കൂടാം കുറയാം. ഇതിന്റെ കോമ്പിനേഷൻസും ഉണ്ടാകാം. അല്ലെങ്കിൽ ജോന് മാത്രമല്ല, ചിന്നിന് മാത്രം. എനിക്ക് വട്ടം മുഖവാ, എനിക്ക് ഇച്ചിരി താഴെ ഇച്ചിരി ഇറക്കി ഇരിക്കണം, എന്റെ ഷേപ്പ് മാറ്റണം, ഹാബ്സ്ബർഗ് ജോ എന്ന് പറയും. അങ്ങനത്തെ ചെയ്യാൻ പറ്റുമോ? ചെയ്യാം. ഇതിൻ്റെ ഒരു കാര്യം എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ നേരത്തെ കുഞ്ഞുങ്ങളിൽ ഗ്രോത്ത് മോഡിഫിക്കേഷൻസ് ചെയ്യാൻ പറ്റും. ഇപ്പം ഇങ്ങനെ ഒരു ജോ കണ്ടീഷൻ ഉണ്ടായാൽ നമ്മൾ ഫങ്ഷണൽ അപ്ലയൻസസ് എന്ന് പറയും. ഇത് കുഞ്ഞ് ടു ടീനേജർ ആ ഒരു പ്രായത്തിൻ്റെ ഇടയിലാണ് നമ്മൾ ഗ്രോത്ത് ഏറ്റവും അധികം ഉണ്ടാകുന്ന ഒരു ഏജ് ആണല്ലോ, 10 to 11. ആ ഒരു ഏജിലാണ് നമ്മൾ ഇത് ഏറ്റവും ചെയ്യാൻ ഐഡിയൽ ആയിട്ടുള്ളത്. അപ്പോൾ ആ ഏജിൽ നമ്മൾ കുറേ അപ്ലയൻസസ് യൂസ് ചെയ്ത് ഗ്രോത്തിനെ ഗൈഡൻസ് ചെയ്തു കൊടുക്കും. ഒരു പെർട്ടിക്കുലർ ലെവലിലോട്ട് ഗ്രോത്ത് ആയിക്കോട്ടെ എന്നുള്ള രീതിയിൽ വളരെ നല്ല റിസൾട്ട്സ് കുട്ടികൾ ഇടുകയാണെങ്കിൽ വളരെ നല്ല റിസൾട്ട്സ് നമുക്ക് കിട്ടാറുണ്ട്. ഇപ്പം വരുന്ന അഡൽട്സ്, നേരത്തെ പറഞ്ഞ പോലെ ഡെന്റിസ്റ്റ് ഉണ്ടായിരുന്നു, കുഞ്ഞിലെ കാണാൻ പറ്റിയില്ല, അങ്ങനെ വരുന്ന അഡൽട്സ് ഉണ്ട്. അപ്പം നമുക്കൊരു 21-22 വയസ്സ് കഴിഞ്ഞാൽ ബയോളജിക്കലി അഡൽട്ട് എന്നാണ് നമുക്ക് പറയാൻ പറ്റുന്നത്. കാരണം ഗ്രോത്തിന്റെ സ്പേർട്ടും ഗ്രോത്തും ഒക്കെ ഓൾമോസ്റ്റ് ടുവേർഡ്സ് തന്നെ. പിന്നെ ഗ്രോത്ത് ഹോർമോൺസ് അത്ര ആക്റ്റീവ് അല്ല. അങ്ങനത്തെ കേസസ് നമുക്ക് ഏറ്റവും ചെയ്യാൻ നല്ലത് പിന്നെ സർജിക്കൽ കറക്ഷൻ ആണ്. ഓർത്തോഗ്നാറ്റിക് സർജറീസ് മിക്സ് ആണ്. അത് ഒരു ഡിപ്പാർട്ട്മെന്റ് അല്ല, 2-3 അതായത് സർജൻ, മൾട്ടി ഡിസിപ്ലിനറി ആണ്. സർജനും ഓർത്തഡോണ്ടിസ്റ്റും കൂടിയാണ് ചെയ്യാം. ഇതിലെന്താ ചെയ്യാച്ചാൽ, ഇപ്പൊ ഫോർ എക്സാമ്പിൾ നമുക്ക് മേലത്തെ ജോ തള്ളി നിൽക്കുന്നതും താഴത്തെ ജോ കുറവുള്ളവർക്കാണെങ്കിൽ ഫസ്റ്റ് അവർ ബ്രേസസോ അലൈനേഴ്സോ വളരെ റെയർ ആണ്. ഇവിടെയാണ് ബ്രേസസ് സുപ്പീരിയർ ദാൻ അലൈനേഴ്സ് എന്ന് നമുക്കൊന്ന് മെൻഷൻ ചെയ്യാൻ പറ്റുന്ന ഒരു സ്ഥലം. ബ്രേസസിലാണ് നമ്മൾ സർജിക്കൽ കേസസ് അധികവും ചെയ്യുന്നത്. ഇൻവിസിലൈനിൽ വേറെ താഴത്തെ ജാതികളുടെ കേസസ് ചെയ്യാൻ പറ്റുന്നുണ്ട്, എന്നാലും ബ്രേസസ് ആണ് എനിക്ക് തോന്നുന്നു അധികം ഡോക്ടേഴ്സും പ്രിഫർ ചെയ്യുന്നത്. അപ്പം നമ്മൾ ബ്രേസസ് വെച്ച് ഉള്ള കണ്ടീഷനെ വേഴ്സൺ ആക്കും. അതായത് ഇപ്പം മേലത്തെ ജോ ഇങ്ങനെയും താഴത്തെ ജോ ഇങ്ങനെയാണെങ്കിൽ നമ്മൾ പല്ലുകൾ എടുത്തോ എന്തെങ്കിലും അഡ്ജസ്റ്റ് ചെയ്ത് ഇതിനെ ഒന്നും കൂടെ ഇങ്ങനെ ആക്കും. അപ്പോൾ പേഷ്യൻസിന് ഭയങ്കരമായിട്ട് ആദ്യത്തെ കുറച്ച് മാസങ്ങളും മനം മടുക്കും. ഡോക്ടർ നന്നാക്കാൻ വന്നിട്ട് ഇത് വൃത്തികേടാണല്ലോ ആക്കി. അപ്പൊ ആദ്യത്തെ വൃത്തികേടാക്കുന്ന ആള് ഞാനാണ്. എന്നിട്ട് സർജൻ സൂപ്പർ ഹീറോനെ പോലെ വന്ന് ഒരൊറ്റ ദിവസം കൊണ്ട് ഇതിനെ അങ്ങ് കട്ട് ചെയ്ത് മുന്നിലോട്ട് വെക്കും. ശരിയല്ല, എന്റെ സർജൻ മിക്കവാറും അത് പറയാൻ ചാൻസ് ഉണ്ട്. അപ്പം നമ്മളിത് കട്ട് ചെയ്ത് ഇതിന് കുറേ പ്ലാനിങ് ഉണ്ട്, റിഗറസ് പ്ലാനിങ് ഉണ്ട്, കൗൺസിലിംഗ് ഉണ്ട്. കാരണം ഈ സർജറി എന്ന് പറയുന്നത് അത്ര സിമ്പിൾ കാര്യമല്ല. നമ്മളൊരു മേജർ സർജറി തന്നെയാണ് ചെയ്യുന്നത്. നമ്മൾ വീണ് ഫ്രാക്ചർ ആയാൽ പ്ലേറ്റ് ഇടുമല്ലോ, അതേപോലെ ഒരു പരിപാടിയാണ് ചെയ്യുന്നത്. എന്തൊരു കട്ട് കൊടുക്കുകയാണെങ്കിലും ഫേസിൽ കാണില്ല, എല്ലാം വായുടെ ഉള്ളിൽ കൂടെ മോണ വഴി ആണ് ചെയ്യുന്നത്. സുഹൃത്തിന് ഇപ്പോഴും പേടിയാവുന്നുണ്ടെന്ന് അപ്പൊ ബേസിക്കലി ഇപ്പൊ ഫോർ എക്സാമ്പിൾ മേലത്തെ ജോ അധികം താഴത്തെ ജോ കുറവുള്ളവർക്ക് നമ്മൾ ബൈ ജോ 2 ജോനും സർജറി ചെയ്യുകയാണെങ്കിൽ ഉള്ളിൽ നിന്ന് നമ്മൾ ഇവിടെ 2 സ്ഥലത്തും ഒരു കട്ടിട്ട് എല്ലിനെ ഫ്രാക്ചർ ആക്കിയിട്ട് ഒരു മെറ്റൽ നമ്മുടെ ടൈറ്റാനിയം പ്ലേറ്റ് ഇട്ടിട്ട് സ്ക്രൂ വെച്ചിട്ട് വേണ്ട പൊസിഷനിലോട്ടാക്കി നമുക്കൊരു സർജിക്കൽ സ്പ്ലിൻറ്റോ അല്ലെങ്കിൽ ഒരു ഗൈഡ് ഉണ്ടാകും. ഗൈഡ് വെച്ചിട്ട് നമ്മൾ അതിനെ പൊസിഷനിലോട്ട് എത്തിക്കും. മേലെ മോണയുടെ ഉൾവശത്ത് ഫുൾ നമ്മൾ കട്ട് ചെയ്ത് മോണ
തുറന്ന് വെച്ച് മോണേനെ മേലിലോട്ട് ചെയ്യേണ്ട കേസാണെങ്കിൽ മേലിലോട്ടും പുറകോട്ടും കൂടെ വെക്കും. അതാ ഞാൻ പറഞ്ഞു, ഞാൻ വളരെ വൃത്തിയേടാക്കുമ്പോൾ സർജൻ ഇത് ഒരു ദിവസം കൊണ്ട് വന്ന് ചെയ്ത് 15 ദിവസം കൊണ്ട് പേഷ്യന്റ് ഹാപ്പി. ഒരു കൊല്ലം കഷ്ടപ്പെട്ട ഓർത്തഡോണ്ടിസ്റ്റോ കുറ്റവാളിയായി. പക്ഷെ ഭയങ്കര റിസൾട്ട്സ് ആണ്. ഈ സർജറി എന്ന് പറയുമ്പോൾ നമ്മൾ 5 days ഹോസ്പിറ്റലൈസേഷൻ ഉണ്ട്, ജനറൽ അനസ്തീഷ്യയിലാണ് ചെയ്യുക. ഇതൊക്കെ എവിടെയാണ്? നമുക്കിപ്പോൾ എലൈറ്റ് ആണെങ്കിൽ ഞങ്ങൾ സൺറൈസ് ഹോസ്പിറ്റലായിട്ട് ഉണ്ട്. കാരണം ഇതൊന്നും അങ്ങനെ ചെയ്യാൻ പറ്റില്ല. ഇല്ല, നമുക്കിത് ഹോസ്പിറ്റൽ സപ്പോർട്ട് ഇല്ലാതെ ചെയ്യാൻ പറ്റില്ല. കാരണം ചില കേസുകൾ ഫസ്റ്റ് ICU ആയിരിക്കും. നമ്മളൊരു സർജറി കഴിഞ്ഞാൽ എന്തൊക്കെ ഉണ്ടോ അതെല്ലാം ഉണ്ട്. ഒരു കാര്യം കൂടെ ചോദിക്കാം, നമുക്ക് ഇതിൽ അവസാനിപ്പിക്കാം. ഈ ചില ആൾക്കാരുടെ പല്ലുകൾ കണ്ടിട്ടുണ്ടാവും, കണ്ടു കഴിഞ്ഞാൽ ഈ കുറ്റിക്കാട് പോലെ ആയിരിക്കും നിൽക്കുന്നത്. അതായത് തിരിഞ്ഞും ഒരു പല്ല് തിരിഞ്ഞ് ഒരു പറഞ്ഞ് മറിഞ്ഞ് തിരിഞ്ഞ് പറഞ്ഞ് ആകെ കോംപ്ലിക്കേറ്റഡ് ആയിരിക്കും. എല്ലാ പല്ലുകളും ഫുൾ തിരിഞ്ഞും മറിഞ്ഞൊക്കെ ആയിരിക്കും ഇരിക്കുന്നത്. അങ്ങനെയുള്ള ആൾക്കാർ എന്താ ചെയ്യുക? നമുക്ക് ബ്രേസസ് വെച്ച് തന്നെ ചെയ്യാം. ബ്രേസസ് വെക്കാൻ പറ്റുമോ ചില ആൾക്കാരുടെ? ബേസിക്കലി നമ്മൾ എന്താ വെച്ചാൽ ഒരു ഓർത്തഡോണ്ടിസ്റ്റിന് ഒരു കേസ് കാണുമ്പോൾ ഇപ്പോൾ പല്ല് താഴ്ത്താനാണെങ്കിലും തിരിക്കാനാണെങ്കിലും സ്ഥലം വേണം. സ്ഥലം ഉണ്ടെങ്കിൽ നമുക്ക് ഇപ്പൊ സുജിത്തിന്റെ കേസിൽ സ്ഥലം അധികമായിരുന്നു, അത് അടച്ചാൽ മതി, അത് എളുപ്പമുള്ള കാര്യമാണ്. ഈ തിരിഞ്ഞു മറിഞ്ഞു നിൽക്കുന്ന കേസുകളിൽ നമുക്ക് സ്ഥലം വേണം. അപ്പം സ്ഥലം കിട്ടാനായിട്ട് സ്പേസ് മാനേജ്മെന്റ് അല്ലെങ്കിൽ സ്പേസ് കാൽക്കുലേഷൻ എന്ന് പറഞ്ഞ് ഞങ്ങൾക്ക് കുറേ പരിപാടികളുണ്ട്. അപ്പം ഇത്രയും പ്രശ്നങ്ങൾ കറക്റ്റ് ചെയ്യാനായിട്ട് എത്രത്തോളം സ്പേസ് വേണം എന്നുള്ളത് ഒരു ഡോക്ടർ കാൽക്കുലേറ്റ് ചെയ്യും. എന്നിട്ടാണ് നമ്മൾ പല്ലിൻ്റെ പാറ്റേൺ ഏത് പല്ലെടുത്താലാ നല്ലത്. കുറച്ച് യങ് പേഷ്യൻസ് ആണെങ്കിൽ എക്സ്പാൻഷൻ എന്ന് പറഞ്ഞൊരു പ്രോട്ടോക്കോൾ ഉണ്ട്. നമ്മളൊരു അപ്ലയൻസ് വെച്ചിട്ട് ഡെയിലി ആക്ടിവേറ്റ് ചെയ്ത് ഇങ്ങനെയുള്ളൊരു വീതി കൂട്ടുന്നൊരു പ്രോട്ടോക്കോൾ ഉണ്ട്. അല്ലെങ്കിൽ പല്ലെടുക്കാം. പിന്നെ ചെറുതായിട്ട് IPR എന്ന് പറഞ്ഞാൽ വളരെ മിനിമലായിട്ട് 0.5 2 പല്ലിൻ്റെ ഇടയിൽ 0.5 വെച്ചിട്ട് ട്രിം ചെയ്തിട്ട് നമുക്ക് സ്പേസ് ഉണ്ടാക്കുന്ന പരിപാടികളുണ്ട്. അപ്പം നമ്മൾ അങ്ങനത്തെ കോംപ്ലിക്കേറ്റഡ് കേസസ് വരുമ്പോൾ തുടങ്ങുന്നതിന് മുന്നേ ഡോക്ടറിന് ഒരു ഐഡിയ വേണം, നമ്മൾ എവിടെ നിന്നാണ് ഈ സ്ഥലം ഉണ്ടാക്കാൻ പോകുന്നത് എന്നുള്ളത്. അത് ഉണ്ടായി കഴിഞ്ഞാൽ നല്ലൊരു ഫിനിഷിൽ തന്നെ നമുക്ക് എത്തിക്കാൻ പറ്റും. ഡോക്ടറെ തന്നെ വീണ്ടും വീണ്ടും കാണിച്ചുകൊണ്ടിരിക്കുകയും വേണം. ആള് ക്ഷമ വേണം. ബേസിക്കലി നമ്മളൊരു ഓർത്തഡോണ്ടിസ്റ്റിന്റെ അടുത്ത് പോകുമ്പോൾ ക്ഷമ വേണം. ലോങ് ടേം ആണ് ഇത്. പ്രത്യേകിച്ച് നേരത്തെ സുഹൃത്ത് പറഞ്ഞ പോലെ കല്യാണം ആകുമ്പോൾ എല്ലാവരും ഓടി വരാറുണ്ട്, ഡോക്ടറെ എനിക്ക് കമ്പിടണം എല്ലാം ഓക്കെയാണ്. ഞാൻ എനിക്ക് എന്നാ കല്യാണം? അടുത്ത മാസം. അത് പറ്റില്ല. അത് 2 വർഷം മുന്നേ പ്ലാൻ ചെയ്യണം. ഒരു 1.5 വർഷമെങ്കിലും ഞങ്ങൾക്ക് ടൈം തരണം. പിന്നെ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഇപ്പോൾ ബ്രേസസ് ഇടുന്ന എല്ലാ ശ്രോതാക്കൾക്കും വേണ്ടി ഞാൻ ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു കാര്യം പറയുന്നത്, ഡോക്ടേഴ്സ് നമ്മൾ എല്ലാ ഓർത്തഡോണ്ടിസ്റ്റിനെ കളിയാക്കുന്ന ഇഷ്ടംപോലെ റീൽ എനിക്ക് എൻ്റെ പേഷ്യൻസിനെ അയച്ചു തരാറുണ്ട്. ഞാൻ പറഞ്ഞു നേരത്തെ നല്ല റിലേഷനാണ് പേഷ്യൻസുമായിട്ട്, അവർ എനിക്ക് ഇങ്ങനെയൊക്കെ അയച്ചു തരും. അത് സംഭവിച്ചാൽ ഒരു പുറത്തുള്ള രാജ്യത്തെ ഏതോ ഒരു റീലാണ്, കൈക്കുഞ്ഞാവുമ്പോൾ തൊട്ടേ ബ്രേസസ് ഇടാൻ തുടങ്ങും. അവസാനം എപ്പോൾ തീരും? 3 മാസം പറഞ്ഞാൽ അവസാനം സ്കെലിറ്റൻ അവിടെ ഇരിക്കുന്നുണ്ടാവുക. എന്നാലും ഓർത്തഡോണ്ടിസ്റ്റ് തീർക്കില്ല. സത്യമാണ്. അതെ. വേറൊരു കാര്യം എന്താ വെച്ചാൽ നമ്മൾ ബ്രേസസ് ഇടുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ മോണരോഗം അടിക്കരുത്. മോണ എത്ര ഹെൽത്തി ആയി വെക്കണോ അത്രയും ഫാസ്റ്റായിട്ട് നമുക്ക് ട്രീറ്റ്മെൻറ്റ് ചെയ്യാം. സിമ്പിളാണ്. നമുക്ക് കയ്യിനൊരു ഉളുക്കുണ്ട്, പ്രത്യേകിച്ച് റൈറ്റ് ഹാൻഡേഴ്സിന് വലത്തെ കയ്യിനൊരു ഉളുക്ക് വന്നെന്ന് വിചാരിക്കുക, നമ്മുടെ അന്നത്തെ എഫിഷ്യൻസി കുറയില്ലേ? നമ്മൾ 100% ചെയ്യുന്ന കാര്യങ്ങളുടെ എല്ലാം എഫിഷ്യൻസി കുറയും. അതേപോലെയാണ് മോണ ഹെൽത്തി അല്ലെങ്കിൽ പിന്നെ പല്ല് അൺഹെൽത്തി ആയി പോവല്ലേ, ടൈം ഡ്യൂറേഷൻ കൂടും. ഫുഡ് കഴിക്കുമ്പോൾ ഡോക്ടേഴ്സ് എല്ലാവരും ഇൻസ്ട്രക്ഷൻ കൊടുക്കുന്നുണ്ട്, ആ ശ്രദ്ധയോടെ കഴിക്കുക. ഡോക്ടർ എനിക്ക് ചിക്കൻ കണ്ടപ്പോൾ കൺട്രോൾ പോയി, പറ്റില്ല, കൺട്രോൾ പോകാൻ പറ്റില്ല. ഒരു കട്ട പൊട്ടിക്കഴിഞ്ഞാൽ നമുക്ക് പിന്നെയും ഡ്യൂറേഷൻ കൂടും. അതേപോലെ തന്നെ അപ്പോയിൻമെന്റ്, ചിക്കൻ കഴിക്കുന്നതിന് കുഴപ്പമൊന്നുമില്ല. ഞാൻ ഒറ്റ കാര്യമേ പറയുള്ളൂ, നിങ്ങളെല്ലാം കഴിച്ചോ, പക്ഷെ സൂക്ഷിച്ചും കണ്ട് ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി വായ്ക്ക് അകത്തോട്ടിട്ട് ബേസിക്കലി സത്യം പറഞ്ഞിട്ടുണ്ടല്ലോ, നമ്മുടെ പാരൻസ് ഒക്കെ പറഞ്ഞിരുന്ന ടേബിൾ മാനേഴ്സ് ഉണ്ടല്ലോ, മിണ്ടാതെ ഭക്ഷണം കഴിക്കണം, ഭക്ഷണം കഴിക്കുമ്പോൾ വേറൊന്നും ചിന്തിക്കരുത്, ജോ അനങ്ങരുത്, വാ തുറന്ന് കഴിക്കരുത്, ഉള്ളിലോട്ടിട്ട് ച്യൂ മാത്രം, ഇതേ ഞാനും പറയുന്നുള്ളൂ. അപ്പോൾ അതൊക്കെ ഫോളോ ചെയ്താൽ നമുക്കിത് കഴിക്കാൻ പറ്റും. അപ്പം നമ്മൾ പേഷ്യൻസ് എന്താ ചെയ്യുക വെച്ചാൽ, ഒരു കട്ടയല്ലേ ഡോക്ടർ ഒട്ടിച്ചേരില്ല, ഡോക്ടറിന് ഒട്ടിച്ചേരാതെ വേറെ ഓപ്ഷനില്ല, കാരണം കറക്റ്റ് ആവണം. പക്ഷെ അതുകൊണ്ട് നമ്മുടെ ട്രീറ്റ്മെൻറ്റ് ടൈമാണ് 3. പിന്നെ അപ്പോയിൻമെൻറ്റ് മിസ്സാക്കുക, എല്ലാ മാസവും കാണണം എന്ന് പറഞ്ഞല്ലോ. അപ്പം നമ്മൾ പറയും, ഈ മാസം എക്സാമാ പോണ്ട,
നമ്മുടെ ട്രീറ്റ്മെൻ്റ് ആണ് 2 മാസം അവിടെ നീണ്ടു പോകുന്നത്. അപ്പോൾ ഒറ്റ കാര്യമുള്ളൂ, ഇത് സുഖകരമായ ഒരു സംഭവമല്ല. വേദനയും ബുദ്ധിമുട്ടും മാക്സിമം പെയിൻ ഫ്രീ ആക്കാൻ നമ്മൾ നോക്കുന്നുണ്ട്. പക്ഷെ എന്നാലും ഇതൊരു പ്രയത്നമാണ്. അപ്പോൾ ആ പ്രയത്നം വലിച്ചു നീട്ടാതെ പെട്ടെന്ന് തീർക്കുക എന്നുള്ളത് പേഷ്യൻറ്റിൻ്റെ ആവശ്യമാണ്. അപ്പം ഞാൻ ഇതിൽ പെട്ടു, എനിക്ക് 100% റിസൾട്ടും വേണം, അപ്പം ഞാൻ എഫേർട്ട് എടുക്കുക. അതായത് നമ്മൾ ജിമ്മിൽ പോയി ചേർന്നാൽ മാത്രം പോരാ, സ്ഥിരമായിട്ട് പോയി വർക്കൗട്ട് ചെയ്താൽ മാത്രമേ റിസൾട്ട് കിട്ടുള്ളൂ. അതുപോലെയാണ് ഇവിടെ ഇവരെ പോയി കണ്ടാൽ മാത്രം പോരാ, സ്ഥിരമായിട്ട് പോയി അത് ഫോളോ അപ്പ് ചെയ്ത് അവർ പറയുന്ന പോലെ കേട്ടാലേ റിസൾട്ട് കിട്ടുള്ളൂ. പിന്നെ ബ്രേസസ് ഇട്ടാലും മെലിയ. സുജിത്ത് അന്നെൻ്റെ അടുത്ത് പറഞ്ഞല്ലോ, ലൈനർ ഇട്ടപ്പോൾ കഴിക്കല് അത് ഇത് ഊരി കഴിക്കാൻ മടിയാ. ഇത് മറ്റേ സാധനം അലൈനസ് ഇട്ട് കഴിഞ്ഞാൽ നമ്മൾ ഭക്ഷണം കഴിക്കുമ്പോൾ നമുക്ക് തന്നെ ഇത് ഊരിയതിന് ശേഷം നമ്മൾ കഴിക്കണം. കഴിച്ച് കഴിഞ്ഞ് വാ കഴുകിയിട്ട് വീണ്ടും എടുത്തിടണം. അപ്പോൾ ഈ ബുദ്ധിമുട്ട് ഒഴിവാക്കാനായിട്ട് നമ്മൾ ഈ ചെറിയ ചെറിയ സ്നാക്സ് ഒക്കെ കുറയ്ക്കും. അപ്പോൾ അവസാനം ഞാൻ എന്ത് ചെയ്തു, ആ സ്നാക്സ് കുറയ്ക്കുന്നതിൻ്റെ ഭാരമായിട്ട് മാറ്റി വെച്ചു. പക്ഷെ സുഹൃത്ത് മാത്രമല്ല, കുറേ പേഷ്യൻസ് പറഞ്ഞു, ഡോക്ടറെ എനിക്ക് ഡയറ്റ് ഇപ്പൊ ഫോളോ ചെയ്യാൻ പറ്റുന്നുണ്ട്, കാരണം ഇടയ്ക്കിടയ്ക്കുള്ള ഈ കഴിപ്പ് ഞാൻ നിർത്തി എന്ന് പറഞ്ഞു. എന്തായാലും താങ്ക് യു സോ മച്ച് ഫോർ കമ്മിങ് ടു ചാറ്റ് വിത്ത് ഭക്തൻ. കുറേ കാര്യങ്ങൾ സംസാരിക്കാൻ സാധിച്ചതിൽ സന്തോഷമുണ്ട്. ഉടനെ തന്നെ ഞാൻ നല്ല കുട്ടിയായിട്ട് വന്ന് ബാക്കി റൂട്ട് കനാൽ ചെയ്ത് ബാക്കി ട്രീറ്റ്മെന്റ് സുജിത്തിനെ പോലെ ട്രീറ്റ്മെന്റ് പെർഫെക്റ്റ് ആയിട്ട് തീർക്കാൻ വേഗം വരും. യെസ്, താങ്ക് യു സോ മച്ച്. താങ്ക് യു സോ മച്ച്. താങ്ക് യു സുജിത്ത്.